identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. India's spirit will never be broken by terrorism. Terrorism will not go unpunished. Every effort will be made to ensure that justice is done. The entire nation is firm in this resolve. Everyone who believes in humanity is with us. I thank the people of various countries and their leaders who have stood with us in this time. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പഹൽഗാമിൽ നിരപരാധികളുടെ ചോര വീഴ്ത്തിയ ഭീകരരുടെയും അവരെ ആയുധം കൊടുത്ത് പറഞ്ഞയച്ചവരുടെയും അവശിഷ്ടങ്ങൾ പോലും ഇനിയുണ്ടാവില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം രാജ്യത്തിന്റെ വികാരമാണ്. ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. തുറന്ന യുദ്ധത്തേക്കാൾ നയതന്ത്ര നീക്കത്തിലൂടെ പാകിസ്ഥാനെ അവരുടെ മണ്ണിൽ തടഞ്ഞു നിർത്തി തിരിച്ചടി നൽകുന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ തീരുമാനം. പഹൽഗാമിലെ ചോരയ്ക്ക് സർജിക്കൽ സ്ട്രൈക്കിലൂടെയോ സൈനിക നീക്കത്തിലൂടെയോ പകരം ചോദിക്കാനും രാജ്യം തയ്യാറാണെന്ന് INS സൂറത്തിൽ നിന്ന് തൊടുത്ത ഉപരിതല വ്യോമ മിസൈലിലൂടെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. സാമ്പത്തികമായി തകർന്നിട്ടും ഇസ്ലാമിക ഭീകരവാദികൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് ആയുധ പരിശീലനവും നൽകി ഇന്ത്യൻ മണ്ണിലേക്ക് പറഞ്ഞുവിട്ടിട്ട് ഒന്നും അറിഞ്ഞില്ലേ എന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നല്ല പിള്ള ചമയാനുള്ള പാകിസ്ഥാന്റെ കള്ളത്തരം ഇന്ത്യക്ക് കിട്ടുന്ന പിന്തുണയിൽ പൊളിഞ്ഞടിയുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇന്ത്യയുടെ തിരിച്ചടി താങ്ങാൻ പാകിസ്ഥാന് കഴിയുമോ? ഡിബേറ്റിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ ആരിഫ് ഹുസൈൻ, ഡോക്ടർ G ഗോപകുമാർ, സേനാപതി വേണു, ശ്രീ ഉല്ലാസ് ബാബു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഇന്ത്യയുടെ തീരുമാനം അത് നയതന്ത്ര നീക്കത്തിലൂടെ പാകിസ്ഥാനെ അവരുടെ മണ്ണിൽ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 6 തീരുമാനങ്ങൾ ഇന്നലെ എടുത്തു കഴിഞ്ഞു ഇന്ത്യ. ഇതിനേക്കാൾ അപ്പുറത്ത് ഒരു സൈനിക നീക്കത്തിനും തയ്യാറാണ് എന്ന് വ്യക്തമായ സൂചന നൽകുന്നതല്ലേ ഭീകരവാദികളുടെ അവശിഷ്ടം പോലും ഉണ്ടാവുകയില്ല എന്ന മോദിയുടെ ഇന്നത്തെ പ്രഖ്യാപനം? നിശ്ചയമായും മഞ്ജുഷ്, അതിനെ ആ രീതിയിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം നമ്മുടെ രാജ്യത്തിന് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ഇൻറ്റൻഷൻസിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ നിരവധി യുദ്ധങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ നിരവധിയായിട്ടുള്ള സ്കെർമിഷസ് ഉണ്ട്. പലപ്പോഴും വെടിനിർത്തൽ കരാർ എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും പലപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നിറയൊഴിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ നിരന്തരമായി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഷിംല കരാറും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോഴാണ് പാകിസ്ഥാൻ അവിടെയുള്ള തീവ്രവാദ ഫാക്ടറികൾ വഴി കൂടുതലായിട്ട് തീവ്രവാദികളെ അടവെച്ച് വിരിയിച്ച് അവർക്ക് കൃത്യമായ രീതിയിലത്തേക്കുള്ള ട്രെയിനിങ് നൽകി അവർക്ക് വേണ്ടുന്ന ഓക്യുപ്പൈ ചെയ്യാനുള്ള സ്ഥലം നൽകി വിവിധ സംഘടനകളുടെ പേരുകളിൽ ഇന്ത്യയിലേക്ക് വിടുകയും ഇവിടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലത്തേക്കുള്ള എല്ലാ നാശവും ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഇന്റൻഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയാം. ഇപ്പോൾ തന്നെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിലുള്ള ഒരു സംഘടന, ഒരു തീവ്രവാദ സംഘടന, ഇന്ത്യൻ ഗവൺമെന്റ് നിരോധിച്ചിരിക്കുന്ന ഒരു സംഘടന, കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ലഷ്കർ ഇ തൈബയുടെ ഒരു ഓഫ് ഷൂട്ടായിട്ടുള്ള ഒരു സംഘടന, ആ സംഘടനയാണ് ഇതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ അത് കൃത്യമായും പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സ്പോൺസർഷിപ്പിൽ ഉള്ളതാണ് എന്നതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന് ഉന്നതമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുന്ന നടപടികൾ സൂചിപ്പിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ, ഇത് പാകിസ്ഥാൻ അസിസ്റ്റഡ് ആയിരുന്നില്ല എന്ന ചിന്തയാണ് ഇന്ത്യക്കുള്ളത് എങ്കിൽ പാകിസ്ഥാനി പൗരന്മാരോട് ഇവിടെ നിന്ന് പോകുന്നതിന് വേണ്ടിയിട്ടോ അവരുടെ വീസ റദ്ദാക്കുന്ന നടപടികളോ ഇവിടെയുള്ള അവരുടെ ഹൈക്കമ്മീഷനിലെ ആൾക്കാരോട് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്കൊന്നും തന്നെ നമ്മൾ പോകുമായിരുന്നില്ല. അതേസമയം പതിവ് പല്ലവി ആവർത്തിക്കുകയാണ്. ഭീകരവാദികളെ അയച്ചത് ഞങ്ങളല്ല, ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ള നിലപാട് പാകിസ്ഥാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് എന്ത് തെളിവാണ് ഇന്ത്യയുടെ കയ്യിലുള്ളത് എന്നുള്ള ചോദ്യം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും വരുന്നത്. അതോടൊപ്പം തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ തുറന്ന യുദ്ധമോ അത് ആ ഒരു പ്രതീക്ഷയിലല്ലേ ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടയ്ക്കുവാനും അതുപോലെ തന്നെ വാഗ അതിർത്തി അടയ്ക്കുവാനുമൊക്കെയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ഷിംല കരാർ റദ്ദാക്കുമെന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനവും വന്നിരിക്കുകയാണ്. ശ്രീജിത്ത് പണിക്കർ. മഞ്ജുഷ്, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഒരിക്കലും ഇത് ഓൺ ചെയ്യില്ല. അവരാണ്
ഇവിടേക്ക് ആൾക്കാരെ വിടുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അവർ ഇന്നേ വരെ അത് ഓൺ ചെയ്തിട്ടില്ല. കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇന്ത്യൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന സമയത്ത് പോലും അത് അവർ ഓൺ ചെയ്യാനോ ഓണർ ചെയ്യാനോ അവർ തയ്യാറായിട്ടുള്ളതല്ല. അതിന് കാരണം അതൊരു ഭീരു രാജ്യമാണ് എന്നതുകൊണ്ടാണ്. എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധൈര്യമൊന്നുമില്ലാത്ത ഒരു ഭീരു രാജ്യം കൂടിയാണ് അവർ. അതുകൊണ്ടാണ് അവർക്കത് സാധിക്കാത്തത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിളിക്കാവുന്നത് ഒരുപക്ഷെ ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതാണ്. കാരണം ഇന്ത്യ ചെയ്തിരിക്കുന്നതിന് പകരമായിട്ടുള്ള ഒരു റിട്ടാലിയേറ്ററി നടപടി എന്ന രീതിയിലാണ് പാകിസ്ഥാനും ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്നതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പൗരന്മാരോട് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുകയും അവരുടെ വീസ റദ്ദ് ചെയ്യുമെന്ന് പറയുകയും ചെയ്താൽ അതേ കാര്യമാണ് അവരും പറഞ്ഞിരിക്കുന്നത്. ഹൈക്കമ്മീഷനിലുള്ള ആൾക്കാരെ ഡൗൺ സൈസ് ചെയ്യുമെന്നും മിലിറ്ററി അറ്റാഷെ ആൾക്കാർ തിരിച്ചു പോകണമെന്നും പറഞ്ഞിരിക്കുമ്പോൾ അതേ നടപടികളാണ് അവരും സ്വീകരിച്ചിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു നടപടി എന്ന് പറയുന്നത് വാഗ ബോർഡർ, ഇതേപോലെ തന്നെ അട്ടാരി ബോർഡർ അടയ്ക്കുന്നു, വാഗ ബോർഡർ അടയ്ക്കുന്നു. പക്ഷേ ഇതിൽ ഒരൊറ്റ വ്യത്യാസമുള്ളത്, ഇന്ത്യ ആദ്യം തന്നെ ഒരു കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുന്നു. അത് സിന്ധു നദീജല കരാറാണ്. അതിൽ പാകിസ്ഥാന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ കൊടുക്കുന്ന വെള്ളം അവിടെ ഉപയോഗിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാകിസ്ഥാന് മേലുണ്ടായിരുന്ന സമ്മർദ്ദം ഇതേപോലെ ഒരു റിട്ടാലിയേറ്ററി നടപടി എടുക്കുകയാണെങ്കിൽ അവരും ഒരു കരാർ റദ്ദാക്കാനായിട്ട് ഫോഴ്സ്ഡ് ആവും. അങ്ങനെ റദ്ദാക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള ക്യാൻസൽ ചെയ്യാനുള്ള ഒരു കരാർ എന്ന് പറയുന്നത് ഷിംല എഗ്രിമെന്റ് ആണ്. പക്ഷേ ഷിംല എഗ്രിമെന്റ് അവർ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വൈദ്യൻ ഇച്ഛിച്ചത് അത് തന്നെയാണ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഷിംല എഗ്രിമെന്റ് മൂലമാണ് ഇന്ത്യക്ക് ഒരുപക്ഷെ കാശ്മീർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഏകപക്ഷീയമായി തീരുമാനിക്കാനായിട്ടോ ഒരു സൈനിക നടപടിയിലേക്ക് പോകാനായിട്ടോ ഒന്നും തന്നെ സാധിക്കാത്തത്. പ്രത്യേകിച്ച് ലൈൻ ഓഫ് കൺട്രോളിനെ കൃത്യമായി ബഹുമാനിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ ബൈലാറ്ററൽ ടോക്സിലൂടെ മാത്രം അതിനെ പരിഹരിക്കുക, വെടിയുതിർക്കാനായിട്ട് പാടില്ല, അവിടെ ഒരു വെടിനിർത്തൽ കരാറ് പാലിക്കുക, യൂണിലാറ്ററലായിട്ട് ഒരു ചേഞ്ചും ഉണ്ടാക്കാൻ പാടില്ല, പ്രത്യേകിച്ച് അതിർത്തിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ നിരവധിയായിട്ടുള്ള കണ്ടീഷൻസ് രണ്ട് രാജ്യങ്ങളുടെ മേലിലുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഷിംല കരാർ റദ്ദാക്കുന്നതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കില്ല. കാരണം അതൊരു ഒഫൻസീവിലേക്ക് പോകുന്നു എന്ന രീതിയിലേക്കുള്ള ഒരു സന്ദേശമാണ്. മറിച്ച് നമ്മൾ മറ്റൊരു കരാർ റദ്ദാക്കുന്നതോടുകൂടി ഈ പാകിസ്ഥാൻ ഫോഴ്സ്ഡ് ആയത് ഈ ഒരു കരാർ റദ്ദാക്കാനാണ്. അപ്പോൾ അവരത് റദ്ദാക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയോ ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പ്രതിസന്ധിയും ഒരു ബുദ്ധിമുട്ടും ഈ വഴിയിൽ ഇല്ല എന്നുള്ളതാണ്. കാരണം ബെറ്റർ ആയിട്ടുള്ള ഒരു സൈനിക ശേഷി നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഷിംല കരാർ ഇല്ലാതെയാവുകയാണ് എങ്കിൽ അതിനെ പിന്നീട് ഓണർ ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വവും നമുക്കില്ല എങ്കിൽ നമ്മുടെ ശക്തി പ്രകടിപ്പിക്കുന്നതിനും ലൈൻ ഓഫ് കൺട്രോളിനെ മാനിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള എല്ലാവിധ സാധ്യതകളും നമുക്കാണ് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യൻ ഇച്ഛിച്ചത് ഇത് തന്നെയാണ് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. താങ്കളിലേക്ക് വരാം. ഇന്ത്യ പൊടുന്നനെ ചില നയതന്ത്ര തീരുമാനങ്ങൾ എടുത്തതോടുകൂടി അതിനെ മറികടക്കുവാനുള്ള ചില നീക്കങ്ങൾ ഞങ്ങളും എടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള ചില പ്രസ്താവനകൾ വന്നിരിക്കുന്നത്. ശ്രീ സേനാപതി വേണു, സർവകക്ഷി യോഗം ഡൽഹിയിൽ നടക്കുകയാണ്, വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. എന്താണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്നത് പ്രതിപക്ഷത്തെ കൂടി അറിയിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ടീമിന്റെയും തീരുമാനം എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ സർവകക്ഷി യോഗം. കോൺഗ്രസും പൂർണ്ണ പിന്തുണ തന്നെ നൽകിയിരിക്കുകയാണല്ലോ രാജ്യസുരക്ഷയ്ക്ക്. പക്ഷേ അതോടൊപ്പം തന്നെ ചില അരുതാത്ത വാക്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ റോബർട്ട് വാദ്രയെ പോലുള്ള ആളുകൾ ചില പ്രസ്താവനകൾ നടത്തുന്നത് അതെന്തായാലും രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമാണ്. എന്തായാലും കോൺഗ്രസ് നൽകുന്ന പിന്തുണ അത് നല്ലത് തന്നെയാണ്. സർവകക്ഷി യോഗവും ആ രീതിയിൽ തന്നെ ചിന്തിക്കുമെന്ന കാര്യം താങ്കൾക്ക് ഉറപ്പുള്ളതല്ലേ? അല്ല, ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാരും ഭരിക്കുന്ന ആ ഗവൺമെന്റിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയും ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ അതിനെ പൂർണ്ണ മനസ്സോടെ പിന്തുണയ്ക്കുകയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരണത്തിലല്ലാത്ത മറ്റ് എല്ലാ കക്ഷികളുടെയും ചുമതല. അത് മല്ലികാർജ്ജുന ഖാർഗെയും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ KC വേണുഗോപാലും ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം, ഈ പാകിസ്ഥാൻ അവരുടെ ഒരു പിറവിക്ക് ശേഷം ഒരിക്കലും ഒരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ദുരന്തം, ഒരു ദുര്യോഗം. നമ്മുടെ ബനസീർ ഭൂട്ടോയുടെ ചരിത്രപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഒരു വാചകം, ഞങ്ങൾക്ക് ഒരു ജവഹർലാൽ നെഹ്റു പാകിസ്ഥാനിൽ ഉണ്ടായില്ല, അതാണ് ഞങ്ങളുടെ ദുരന്തം എന്ന് അവരവരുടെ ഒരു ആത്മകഥയിൽ എഴുതിയിരിക്കുന്നത് ഞാനിവിടെ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും അവരുടെ ഒരു പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിവിൽ ഭരണം ഒരിക്കലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഇന്റേണൽ ആയിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും അവർ നടത്തുന്ന ഒരു നടപടി അത് ഇന്ത്യയിൽ പ്രകോപനം ഉണ്ടാക്കുക. പക്ഷേ ഇത്തവണ കശ്മീർ സമാധാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അതോടൊപ്പം തന്നെ കശ്മീരിൽ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ അത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരുന്നു. അത് വിജയം കണ്ടു തുടങ്ങി എന്നുള്ള വ്യക്തമായ ബോധ്യത്തിൽ അത് തകർക്കുവാനായിട്ട്, ആ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിനും പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലൊക്കെ കാശ്മീർ തിരിച്ചെത്തുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു ഹിന്ദു മുസ്ലിം വിദ്വേഷം ഇവിടെ വരണം എന്ന ആഗ്രഹത്തിൽ തന്നെ
ചില വാചകങ്ങൾ ആ ഭീകരവാദികളുടെ നാവിൽ നിന്ന് ഉയരുകയും ചെയ്തു. അപ്പോൾ വ്യക്തമായ പ്ലാൻ ഇതിനു വേണ്ടി പാകിസ്ഥാൻ ഇട്ടിരിക്കുന്നു എന്ന കാര്യം ഉറപ്പാണ്. കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾക്ക് തടയിടുക, രാജ്യത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിനും കശ്മീരിന്റെ വികസനത്തിനും എതിരെ നിൽക്കുക, ഇതാണല്ലോ അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാശ്മീർ നല്ല രീതിയിലേക്ക് വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല പാകിസ്ഥാൻ. അല്ല, വളരെ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ 10 വർഷക്കാലം ഇന്ത്യയുടെ പാകിസ്ഥാൻ ബന്ധത്തിന്റെ കഴിഞ്ഞ ഒരു 10-50 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം കഴിയുമ്പോൾ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടുത്തെ ഏത് ഭരണാധികാരിയാണെങ്കിലും, അതാണല്ലോ 99 നമ്മൾ കണ്ടത്. പർവേസ് മുഷാറഫ് പ്രസിഡന്റും സൈനിക മേധാവിയും ആയിരുന്ന കാലഘട്ടത്തിൽ അവര് കാർഗിൽ മലനിരകൾ കയറിയതിനു ശേഷം ഇപ്പൊ പാകിസ്ഥാൻ പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് അന്നും അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, അത് ആരോ ഒക്കെ ചിലർ അവിടെ നുഴഞ്ഞു കയറിയതാണ് എന്ന്. അന്നും സൈന്യത്തിന്റെ പൂർണ്ണമായ പർവേസ് മുഷറഫിന്റെ പൂർണ്ണമായ അനുമതിയോടുകൂടിയാണ് ആ കാര്യം നടന്നിട്ടുള്ളത്. ഇപ്പൊ 4-ാം നാള് അവരുടെ സൈനിക മേധാവി അസീം മുനീറിന്റെ ഒരു പ്രസ്താവന, കശ്മീർ ഞങ്ങളുടെ കണ്ടനാളമാണ്, അത് അവിടുത്തെ പ്രവാസി പാകിസ്ഥാനികളുമായിട്ട് സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, അതും എത്രയോ ഹീനമായ ചില വാക്കുകളാണ് ഒരു സൈനിക മേധാവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പം നമുക്കറിയാം അവിടുത്തെ പ്രസിഡന്റ് അസീഫ് അലി സർദാരിയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഷെയ്ഖ്മാൻ ഷെരീഫും ഇവരൊക്കെ വളരെ ദുർബലമാണ്. അവിടെ ജനപിന്തുണ ഉണ്ടായിരുന്ന ഏക നേതാവ് എന്ന് പറയുന്നത് ഇപ്പോ ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാന്റെ പേരിൽ കേസുകളുടെ മുകളിലുള്ള കേസുകളുമായിട്ട് അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി. അപ്പൊ ദുർബലരായ പ്രസിഡന്റും പ്രധാനമന്ത്രിയും നിൽക്കുന്ന ഘട്ടത്തിൽ സൈന്യമാണ് അവിടുത്തെ മേധാവിത്വം. അപ്പോൾ ആ സൈന്യം, പ്രത്യേകിച്ച് ഇപ്പൊ ഇരിക്കുന്ന സൈനിക മേധാവി അസീം മുനീർ, ഇദ്ദേഹം ISIക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന മേജർ ജനറലും ലഫ്റ്റനന്റ് ജനറലുമായിരുന്ന കാലഘട്ടത്തിൽ ISIക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അവിടുന്നാണ് ഇദ്ദേഹം ആർമി ജനറൽ എന്ന പദവിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഈ ISIക്കുള്ള ഒരു ബന്ധം എന്തെന്ന് ചോദിച്ചാൽ കശ്മീരിലെ ഭീകരന്മാരുമായി അല്ലെങ്കിൽ ലഷ്കർ എ തോയ്ബ പോലുള്ള ഭീകരന്മാരുമായിട്ട് എപ്പോഴും ബന്ധമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ജമ്മു ആൻഡ് കശ്മീരിൽ പ്രവർത്തിക്കുന്ന കുറെ ഭീകര സംഘടനകളെ ചെലവും കൊടുത്ത് പാകിസ്ഥാൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ, അവർക്ക് ആവശ്യമായ ശമ്പളം, അല്ലെ ഓണറേറിയോ, ഇതെല്ലാം കൊടുക്കുന്നത് പാകിസ്ഥാന്റെ മിലിറ്ററി ഇന്റലിജൻസ് ആണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊലപാതകങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഇവര് നാട്ടിൽ നിലനിൽക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഘടനകൾ ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില ആക്രമണങ്ങൾ ഇവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൂടിയായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. ഏതായാലും ഒരു കാര്യം സ്പഷ്ടമാണ്, പാകിസ്ഥാൻ മിലിറ്ററിയുടെ വളരെ കൃത്യമായ ആസൂത്രണമില്ലാതെ, കാരണം അവിടെ വന്നിരിക്കുന്ന ആളുകൾ അവർ ചാവേറുകളല്ല, ദേ ആർ ട്രെയിൻഡ് സോൾജിയേഴ്സ് എന്ന നിലയിലാണ്. തലയ്ക്ക് വെടിവെക്കാനും അതുപോലെ തന്നെ ഗൺ ഉപയോഗിക്കുന്നതിൽ വളരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് അവിടുത്തെ സൈന്യം നടത്തിയിരിക്കുന്ന, അതിവിടെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ കശ്മീർ നോർമാലിസിയിലേക്ക് വന്നിരിക്കുന്നു. ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നു. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായും ടെററിസത്തോട് അകലുന്നു, പട്ടാളത്തിനെ കല്ലെറിയുന്നില്ല, പോലീസിനെ കല്ലെറിയുന്നില്ല, എല്ലാം നോർമാലിസിയിലേക്ക് വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായ ചില ആക്രമണങ്ങൾ നടത്തി ഈ ടെററിസ്റ്റുകളുടെ സാന്നിധ്യം അറിയിക്കുക, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ സേനയുടെ മനസ്സിലുള്ള ഇന്ത്യ വിരുദ്ധത അത് പ്രകടിപ്പിക്കുന്നതിന് ഒരു വേദി കൂടി അവർ കണക്കാക്കുന്നു. ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തിരിച്ചടി അവരൊരു കാരണവശാലും അത് പ്രതീക്ഷിച്ച ഒന്നല്ല. ശരി, നയതന്ത്ര രംഗത്താണ് ആ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അനുസരിച്ച് ഒരു BSF ജവാനെ, അദ്ദേഹത്തിന്റെ പേര് PK സിംഗ് എന്നാണ്, അദ്ദേഹത്തെ പാക് റേഞ്ചേഴ്സ് പിടികൂടിയിട്ടുണ്ട്. അതിർത്തി കടന്നപ്പോഴാണ് പിടികൂടിയത്. ഇതൊരു ഒരു മുമ്പ് അഭിനന്ദൻ വർദ്ധമാനെ പിടികൂടിയതുപോലെയുള്ള ചില നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തെ മോചിപ്പിക്കുവാനുള്ള PK സിംഗിനെ അല്ല, അത് യഥാർത്ഥത്തിൽ അതിർത്തി കിടക്കുന്നല്ല. ഞാൻ സൈനികനായിട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്കറിയാം പല ഭാഗത്തും ഈ അതിർത്തി എന്ന് പറയുന്നത് നിങ്ങൾ നിൽക്കുന്നോളം നിങ്ങളുടെ അതിർത്തി, നമ്മൾ നിൽക്കുന്നോളം നമ്മുടെ അതിർത്തി. ഇപ്പൊ ഞാൻ പറയുകയാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ അതിർത്തി എന്ന്. അങ്ങനെ നമ്മൾ അതിർത്തി ക്രോസ് ചെയ്തൊന്നും പോയിട്ടില്ല. അത് അവിടെ വർഷങ്ങളായി അല്ലെങ്കിൽ വിഭജനത്തിന് ശേഷം മുതൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടുന്ന പ്രദേശത്ത് കയറി എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ ചെയ്തു എന്നുള്ളതുള്ളൂ. അല്ലാതെ അവിടെ അതിർത്തി ക്രോസ് ചെയ്ത് അപ്പുറത്ത് അവരുടെ മുള്ളുവേലിക്ക് അപ്പുറേ പോകും. ഈ നോമാൻ ലാൻഡ് നമ്മളും അവരും അവകാശം ഉന്നയിക്കുന്ന പ്രദേശത്തേക്ക് KP സിംഗ് എന്ന് പറയുന്ന ഒരു ഹെഡ് കോൺസ്റ്റബിൾ BSFന്റെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആൾക്ക് ഇത് സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ അദ്ദേഹത്തെ വെച്ച് വിലപേശുവാനുള്ള തന്ത്രം പാകിസ്ഥാൻ നടത്തിയേക്കും. അദ്ദേഹത്തെ കണ്ണുകെട്ടിയിരിക്കുന്ന ചിത്രവും പുറത്തുവിട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണ്. ഇദ്ദേഹത്തെ വിട്ടുകിട്ടുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. ശ്രീ ഉല്ലാസ് ബാബു, സർജിക്കൽ സ്ട്രൈക്ക്, അതുപോലെ തന്നെ തുറന്ന യുദ്ധം, ഇതൊക്കെ വേണമെന്നുള്ള ആവശ്യം രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്, മുദ്രാവാക്യം വിളികൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തൽക്കാലം ഈ നയതന്ത്ര നീക്കം, അത് നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തുടക്കമാണ് ഇട്ടിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്?
അല്ല മഞ്ജുഷേ, നമ്മളിപ്പോൾ ഈ ഒരു വലിയൊരു വേദന ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഭാരതത്തിന്റെ ആത്മാവിനേറ്റ ഏറ്റവും വലിയ മുറിവാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു വേദന കഴിഞ്ഞതിന് ശേഷം ആ മൃതദേഹങ്ങൾ പരിപൂർണമായിട്ട്, എനിക്ക് തോന്നുന്നു എല്ലാ മൃതദേഹങ്ങളും ഇപ്പോഴും ഇത് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റുള്ള വീടുകളിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അടക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നും കൂടി. സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട്, അത് നയതന്ത്ര മേഖലയായാലും മറ്റ് ഇനി അറ്റാക്കിംഗ് മേഖലകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ശൈലിയിലാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ടീം അത് വളരെ ഭംഗിയായി തന്നെ കൃത്യമായി പഠിച്ച് വേണ്ട നടപടികളൊക്കെ എടുക്കും. പക്ഷെ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെയും ഇതിനെ നെഗറ്റീവായി കാണിക്കുന്ന ഒരു ചില ശൈലികൾ ചില കോണുകളിൽ നിന്ന് വരുന്നു എന്നുള്ളത് വളരെ വിഷമകരമായിട്ടൊരു കാര്യമാണ്. രാജ്യത്തിനൊരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രയാസത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രയാസത്തിൽ ഒരുമിച്ച് നിന്ന് രാജ്യത്തിനെതിരായി പോരാടുന്നവരെ ശക്തമായി പ്രതികരിക്കാതെ അത് ചില കോണുകളിൽ നിന്ന്, ഇപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതാണ് പ്രശ്നമെന്ന് ഒരു വലിയ രാഷ്ട്രീയ നേതാവ് പറയുന്നത് നമുക്ക് കിട്ടും. നിങ്ങൾ നോക്കട്ടെ, ആർട്ടിക്കിൾ അത് അവരോട് കൊടുക്കുവാനുള്ള മറുപടി അതിനുശേഷമാണല്ലോ കാശ്മീർ സമാധാനത്തിലേക്ക് വന്നത്. സമാധാന അന്തരീക്ഷത്തിലുള്ള കാശ്മീരിനെ അത് പാകിസ്ഥാൻ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോൾ ഭീകരവാദികളെ വീണ്ടും പറഞ്ഞു വിടുന്നു. ഇതല്ലേ സംഭവിച്ചത്, അല്ലേ ശ്രീ ഉല്ലാസ് ബാബു? 5 വർഷമായിട്ട് കാശ്മീരിൽ വന്ന ടൂറിസ്റ്റുകൾ എത്രയാണ്? അവരുടെ ജീവിതമാർഗത്തിന്റെ വ്യത്യാസം, അവിടെ സമാധാന അന്തരീക്ഷം തികച്ചും വരുന്നു. ഇത് ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ പിന്നെ 370 എടുത്തു കളഞ്ഞാൽ കാശ്മീരിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ പ്രയാസം ഉണ്ടെങ്കിൽ അവർ അവരുടെ പ്രയാസം അറിയിക്കും. അതിന് പാകിസ്ഥാനികൾക്ക് എന്താണ് ആവശ്യം? പാകിസ്ഥാനികളുടെ കയറി വരവും ജനങ്ങളുടെ നെഞ്ചത്തേക്കുള്ള വെടിവെപ്പും എന്തിനായിരുന്നു? അപ്പൊ ഈ പാകിസ്ഥാനികൾ വരുന്ന ആ മത തീവ്രവാദ സ്വഭാവമുള്ള വർഗീയവാദികളെ, പക്ക തീവ്രവാദികളെ ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ ഈ അതില് ഒന്നാമനും രണ്ടാമനും എത്തുന്നു എന്ന് പറയപ്പെടുമ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട്, നമ്മൾ ചില രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ പോലും പ്രത്യയശാസ്ത്രപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും രാജ്യ താല്പര്യങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള ഒരു ശൈലിക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് ചിലവർ വ്യതിചലിക്കുമ്പോൾ അവരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം മാധ്യമവർഗം അടക്കമുള്ള ആളുകൾ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ശരിയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ചില അസ്വാരസ്യങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ടായിരിക്കും, ചില പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ചെവി കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സമയം തന്നെയാണിത്. ഡോക്ടർ ജി ഗോപകുമാർ, പുൽവാമയ്ക്ക് ബദലായിട്ട് തിരിച്ചടി നൽകിക്കൊണ്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതുപോലെ വേണം എന്നുള്ള ആവശ്യം രാജ്യത്ത് ഉയരുന്നുണ്ട്. പാകിസ്ഥാൻ പർ ഹംല കരോ എന്നുള്ള മുദ്രാവാക്യങ്ങൾ അത്യുച്ചത്തിൽ മുഴങ്ങുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ ഈ നീക്കം, ഈ നയതന്ത്ര ബന്ധങ്ങൾ പരിമിതിപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ പാകിസ്ഥാൻ രാജ്യം നൽകേണ്ട ഏറ്റവും വലിയ തിരിച്ചടി ഇത് തന്നെയാണെന്നാണോ? ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള തിരിച്ചടിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നയതന്ത്രം, താങ്കൾ പറഞ്ഞത് തന്നെ നയതന്ത്രമായ അതിൽ കൂടി നമുക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് തീർച്ചയായിട്ടും സിന്ധു നദീജല കരാർ, അത് പാകിസ്ഥാനെ തീർച്ചയായിട്ടും അവിടുത്തെ കർഷകരെയും ബുദ്ധിമുട്ടിക്കും. അവരുടെ ഇല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കാവസ്ഥ നിൽക്കുന്ന രാജ്യത്തിന് കൂടുതൽ ദാരിദ്ര്യ പ്രശ്നങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പാകിസ്ഥാന് നിലവിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ വലിയൊരു സാമ്പത്തിക തിരിച്ചടി ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന നയതന്ത്ര രംഗത്ത്. ഇപ്പം ബാക്കി കാര്യങ്ങൾ, ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. പക്ഷേ ഇതിന് ഒരു തിരിച്ച് പാകിസ്ഥാൻ ഒന്നും ചെയ്യാനില്ല. അത് സിംല കരാറല്ല അതിനുള്ള മറുപടി. അത് തീർച്ചയായിട്ടും പണിക്കർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. കാരണം നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാകും. സിംല കരാർ അന്ന് വന്നപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധിയും ഭൂട്ടയും തമ്മിൽ എടുത്തൊരു തീരുമാനം, ഭൂട്ടയുടെ പ്രത്യേക അഭ്യർത്ഥന പരിഗണിച്ച് ഇന്ദിരാഗാന്ധി കൊടുത്തൊരു സൗജന്യമാണ് സിംല കരാർ. അന്ന് അവിടെ വെച്ച് കാശ്മീർ പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ ഭൂട്ട വുഡ് ഹാവ് സൈൻഡ് ഓൺ ഡോട്ടഡ് ലൈൻസ്, വെറും ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ അന്ന് അപേക്ഷിച്ചെന്നാണ് പറയുന്നത്. താങ്കളെപ്പോലെ ഞാനും ഒരു രാഷ്ട്രീയ നേതാവല്ലേ, തോറ്റു നിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ഒരു മാന്യത എനിക്ക് വേണമെങ്കിൽ, അതിൻ്റെ ബലത്തിലാണ് ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തത്. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇന്നവർ ഷിംല കരാർ ക്യാൻസൽ ചെയ്താൽ
നമുക്ക് പാകിസ്ഥാൻ ഓക്കുപൈഡ് കാശ്മീർ എടുക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ. അല്ല, അവർ നമ്മളെ കാശ്മീരിനെ ആക്രമിക്കാൻ ശക്തി ഉണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, എന്താണെന്ന് കാണാം. അല്ലല്ല, ഇന്ത്യ ഇത്രമാത്രം നയതന്ത്ര ബന്ധങ്ങൾ പരിമിതിപ്പെടുത്തുമ്പോൾ പാകിസ്ഥാന് തിരിച്ചടിക്കുവാൻ നയതന്ത്ര രംഗത്ത് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഇപ്പോൾ അട്ടാരി അതിർത്തിക്ക് പകരം വാഗ അതിർത്തി അടച്ചതുകൊണ്ടോ ഷിംല കരാർ റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടോ പാകിസ്ഥാൻ എന്തെങ്കിലും ഗുണം കിട്ടുമോ ഈ ഇന്ത്യ പാക് ബന്ധത്തിൽ? ഇല്ല, അവർക്ക് കൂടുതൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്കറിയാമല്ലോ, അട്ടാരി ബോർഡറും വാഗ ബോർഡറിലും എല്ലാം അതുപോലെ തന്നെ വ്യാപാര ഞാൻ അതിലേക്കാണ് പറയുന്നത്. വ്യാപാര ബന്ധങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ കണ്ടു കാണും, ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ നമ്മളൊക്കെ പലരും. അപ്പോൾ അവിടെ നടക്കുന്ന ആ വ്യാപാര ബന്ധം, അതിൽ നഷ്ടം പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ബിസിനസ്സിനാണ് ആ നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കച്ചവടത്തിൽ നമ്മൾ പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്ത് എന്ത് കാര്യത്തിലാണ് ഉള്ളത്? പഞ്ചസാരയുടെ കാര്യത്തിലോ ജൂട്ടിൻ്റെ കാര്യത്തിലോ അങ്ങനെ ചില കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ പാകിസ്ഥാൻ അതിൽ കൂടുതൽ കയറ്റുമതി ഇറക്കുമതി വഴി കിട്ടുന്ന ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രശ്നം കൂടുതൽ വഷളാക്കാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നയതന്ത്ര രംഗത്ത് തന്നെ പാകിസ്ഥാന് നല്ലൊരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. സാമ്പത്തിക രംഗത്ത് പാകിസ്ഥാനെ നമുക്ക് സ്ക്യൂസ് ചെയ്യാൻ പറ്റും. ഇതിനൊക്കെ പുറമെ തന്ത്രപരമായി നമുക്ക് എടുക്കാവുന്ന നടപടി, ആ നടപടി എന്ന് പറയുന്നത്, ഇന്ന് ലോകം ഒരു മൾട്ടിലാറ്ററൽ ലോകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. നമ്മളോടൊപ്പം യോജിച്ച് നിൽക്കുന്ന പല രാജ്യങ്ങളുമുണ്ട് യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളൊക്കെ ഒഴിവാക്കണമെന്നും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് സമാധാനമാണ് വേണ്ടത്. അതിന് പറ്റിയ അന്തർദേശീയ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ ഈ അന്തർദേശീയ ബന്ധങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള വിടവ് അവസാനിപ്പിക്കണം. ഇപ്പോൾ G20 നല്ലൊരു ഉദാഹരണമാണ്. ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ട പല സ്ഥലങ്ങളിലും G20ക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ G20യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക്, ഭാരതത്തിന്, മറ്റ് രാജ്യങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ തന്ത്രപരമായി മിക്ക രാജ്യങ്ങളും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനാണ് സാധ്യത. അത് പാകിസ്ഥാൻ ഉടനെ തന്നെ മനസ്സിലാവും. ശരിയാണ്. ഇസ്ലാമിക തീവ്രവാദത്തെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നയം സ്വീകരിക്കുകയാണ് ലോകരാജ്യങ്ങൾ, അല്ലേ? ആ ഒരു പിന്തുണയാണ് ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തുറന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള നയതന്ത്ര നീക്കങ്ങൾ, അതാണ് ഏറ്റവും നല്ലത്. മറ്റ് രാജ്യങ്ങൾ, ചൈനയ്ക്ക് പോലും പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ പിന്തുണയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇറാന് പറ്റില്ല, തീർച്ചയായിട്ടും നോർത്ത് കൊറിയയ്ക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് പുറമേ നിന്നും പിന്തുണ കിട്ടില്ല. കാരണം ചൈനയ്ക്ക് ഇപ്പോൾ ട്രംപിനെ ഫേസ് ചെയ്യണം, അതിന് റഷ്യയുടെ പിന്തുണ വേണം. അപ്പോൾ ഈ സമയത്ത് ഇന്ത്യ ഒറ്റപ്പെടുത്താനായിട്ട് ചൈനയും ആഗ്രഹിക്കില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഈ ട്രംപുമായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക യുദ്ധം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ പുറകെ നടന്ന് ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ ഇത് ചെയ്യുമെന്ന്. യഥാർത്ഥത്തിൽ ഈ സംഭവത്തിൻ്റെ പുറകിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാകിസ്ഥാനിലെ ആഭ്യന്തര കുഴപ്പങ്ങളാണ്. ഈ ആഭ്യന്തര കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പട്ടാളത്തിന് വിഷയം മാറ്റണം, ലോകശ്രദ്ധ മാറ്റണം, രാജ്യവിരുദ്ധത അവിടെ പ്രയോഗിക്കണം. അത് ഇന്ത്യ വിരുദ്ധത എടുത്തു കളഞ്ഞാൽ പാകിസ്ഥാന് ദേശീയതയില്ല. അപ്പോൾ ഇന്ത്യ വിരുദ്ധത പറയണം. പാകിസ്ഥാനിലെ ആർമി ജനറൽ കഴിഞ്ഞ ഞായറാഴ്ച മുനീർ പറഞ്ഞ കാര്യത്തിൽ വീണ്ടും കാശ്മീർ കൊണ്ടുവന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കണം. അവിടുത്തെ വിദ്യാഭ്യാസം നേടുന്ന ഒരു പുതിയ യുവതലമുറയുണ്ടല്ലോ, അവരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട് 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യ ഇവിടെ നിൽക്കുന്നു, അതേ വർഷം അടുത്ത ദിവസം നേരത്തെ ഒരു ദിവസം മുമ്പേ സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ പൊതുസമൂഹം ഈ പട്ടാള നടപടിയെ എതിർക്കുന്നുണ്ട്. ശക്തമല്ലാത്തൊരു പൊതുസമൂഹമാണെന്നറിയാം തീർച്ചയായിട്ടും. പക്ഷേ ഇമ്രാൻഖാനെ പോലുള്ള നേതാക്കന്മാരെ ജയിലിലിട്ട് അവിടെ ജനാധിപത്യ കശാപ്പ് ചെയ്ത് പട്ടാള മേധാവികളും മതമൗലികവാദികളും ചേർന്ന് നടക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഒരു ഭരണം അവിടുത്തെ ജനാധിപത്യത്തെ ഇല്ലാതാക്കി. അപ്പോൾ പാകിസ്ഥാന് ഒരു പൊതുവായൊരു മുഖമില്ല. പാകിസ്ഥാനിൽ ആര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം സിവിലിയൻ ലീഡറില്ല. ആ സിവിലിയൻ ലീഡറില്ല എന്ന് മാത്രമല്ല, മിലിറ്ററിക്ക് അവരുടേതായ കോർപ്പറേറ്റ് താല്പര്യങ്ങളുണ്ട്, മൗലികവാദികൾക്ക് മറ്റൊരു താല്പര്യമുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് പാകിസ്ഥാന് അകത്ത് ആഭ്യന്തര യുദ്ധം നടക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പാകിസ്ഥാനെ വല്ലാതെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പാകിസ്ഥാൻ്റെ അകത്ത് തന്നെ ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ആഭ്യന്തര കുഴപ്പങ്ങൾ കൊണ്ട് കെടുതിയിൽ നിൽക്കുന്ന പാകിസ്ഥാന് ഒരു യുദ്ധത്തിന് തയ്യാറാകുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഗത്യന്തരമില്ലാതെ അവർക്ക് ഒരു സൂയിസൈഡൽ സ്ട്രാറ്റജി അല്ലേ ചില നീക്കങ്ങൾ നടത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള മിസൈൽ പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു, ഇന്നും നാളെയുമായി മിസൈൽ പരീക്ഷണം നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം തന്നെ INS സൂറത്തിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ട് ഇന്ത്യ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇപ്പോൾ ഇസ്ലാമിക തീവ്രവാദം അതിൻ്റെ ഒരു കാടത്തമാണ് കണ്ടത് പഹൽഗാമിൽ.
അപ്പോൾ അത് പാകിസ്ഥാനെ തകർത്തുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്, ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന ഒരു രാജ്യം എന്ന രീതിയിൽ. ഇവിടെ ഇന്ത്യക്ക് കിട്ടുന്ന പൂർണ്ണ പിന്തുണ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന പിന്തുണ അതുകൂടിയല്ലേ? നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഈ ഇസ്ലാമിക തീവ്രവാദം എന്ന് വിളിക്കാൻ കഴിയുന്നത് തന്നെ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഒരു പ്രത്യേകത എന്നാണ് ഞാൻ പറയുക. സാധാരണ ഈ തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ആ ഒരു മോട്ടീവിനെ അത് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, സത്യത്തിൽ ഇവിടെ ഞാനൊക്കെ ഭയക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ ഒരു ഹിന്ദു മുസ്ലിം വിഷയമായി മാറുക എന്ന് പറയുന്ന ഒരു വിഷയം, ആ ഒരു പ്രോബ്ലം, അതാണ് ഇവിടെ നമ്മളൊക്കെ ഭയക്കുന്നത്. പക്ഷേ അതിലേക്ക് പക്ഷെ കൊണ്ടെത്തിക്കാൻ അങ്ങനെ ഒരു വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് പാകിസ്ഥാനാണല്ലോ. കാരണം ആ ഭീകരവാദികളെ കൊണ്ട് പാകിസ്ഥാന് ആ മാത്രമേ രീതിയിൽ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ പറയിപ്പിക്കുകയും അതെ. ചെയ്യുന്നു. അതേ അവർക്ക് സാധിക്കുള്ളൂ. പക്ഷെ അത് ഇവിടെ നടന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളുടെ ഇവിടുത്തെ മനുഷ്യരുടെ വിജയമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതിലൊരു ഒരു ബിഗ് അപ്ലോസ് അത് നമുക്ക് തന്നെ കൊടുക്കേണ്ട ഒരു ഘട്ടമാണെന്നാണ് ഞാൻ പറയാം. ഒന്നത്. പക്ഷെ അപ്പോഴും അതിൻ്റെ ഇടയിൽ ഇതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഇതിൽ മതത്തെക്കുറിച്ച് അതിൻ്റെ ആ ഒരു യഥാർത്ഥ വിഷയത്തെ പറയരുത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു വശത്തുണ്ട്. എന്തൊക്കെയായാലും അങ്ങനെ പറയുന്നത് നമുക്ക് സാധിച്ചു എന്ന് തന്നെ. ഇനി ചോദിച്ച വിഷയം അതിൽ ഈ ഒരു പിന്തുണയും അതുപോലുള്ള കാര്യങ്ങൾ, ഇന്ത്യ ഇതിനകത്ത് എടുത്തിരിക്കുന്ന നിലപാടുകളിലെ ഒരു വ്യക്തത എന്നൊക്കെ പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ബാർബറിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് ലോകത്തെ ഒരു മാതൃകയായിട്ട് മാറണമെന്ന് വിചാരിക്കുന്ന ഒരു ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള വളരെയധികം ഒരു ലോക മാതൃക ആകണമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തി വെക്കുന്ന ഒരു കാര്യമാണ് അത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയം. നമ്മളൊരു തീരുമാനം എടുത്താലും നമ്മളൊരു തീരുമാനം ഉൾക്കൊള്ളുമ്പോഴായാലും അതിനൊരു അക്കൗണ്ടബിലിറ്റി ഫാക്ടർ ഉണ്ട്. അത് നമ്മൾ പ്രകടിപ്പിക്കാൻ മാത്രമല്ല, നമ്മളത് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം നേരിടുന്ന രാജ്യം പാകിസ്ഥാൻ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇറാനിനെ കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ ഇപ്പോൾ മറ്റേതെങ്കിലും രാജ്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഈ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തെ അവർ ലഘൂകരിക്കുന്നു. അങ്ങനെ ഒരു സാധനമേ അവർ കരുതുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സിവിലൈസ്ഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടബിലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിൻ്റെ പ്രതികരണങ്ങൾ നോക്കിയാൽ കാണാം, ലോകം, ഇന്ത്യ മുഴുവൻ, ഈ സോഷ്യൽ മീഡിയ ആയാലും എവിടെ ആയാലും എല്ലായിടത്തും സേനാപതിമാർ നിറഞ്ഞു നിൽക്കുകയാണ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ അതേ ബോംബ് ഇപ്പോൾ വിടണം, നാളെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തണം, യുദ്ധം ചെയ്യണം, മോദി എന്താണ് ഇത് വിടാത്തത് എന്നൊക്കെ ചോദിച്ച് ഇതിന് ഉത്തരവിട്ട് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുക. അങ്ങനെയല്ലല്ലോ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇതിനകത്തൊരു ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള നീക്കങ്ങൾ അത് വളരെ പ്രധാനമാണ്. അതിൽ ഇന്ത്യ വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുക. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണെന്ന് തന്നെയാണ് നമ്മൾ പറയുക. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു മിലിറ്ററി മൈറ്റ്, അതിൻ്റെ ഒരു ഡിസ്പ്ലേ, അതിനുള്ള റെഡിനെസ് അത് നമ്മൾ കാണിക്കുമ്പോൾ അത് ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും ചെയ്തു, എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നു, ഹൂത്തികളെ പോലെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇറാന് ചെയ്ത മാതിരി അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് ഒരു മിസൈൽ പോലും വിടാൻ കഴിയാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന നാണക്കേട്, ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. നമുക്ക് അങ്ങനെയുള്ള വീരവാദത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷേ വി ആർ റെഡി ടു ഡു എനിത്തിങ് എന്നുള്ളത് മുന്നേ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇതൊന്നും ഒരു വലിയ പുത്തരിയല്ല എന്നുള്ള രീതിയിലുള്ള ആ ഒരു സ്റ്റാൻഡാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സോ ഇത് എടുത്തു ചാടിയോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ നാളെ ശരിയാക്കാമെന്നുള്ള രീതിയിലോ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ആ ഒരു മെച്യൂരിറ്റി നമ്മൾ കാണിക്കുന്നു എന്ന് കാണുമ്പോൾ, അങ്ങനെ കാണിക്കാൻ സാധിക്കുന്ന ഒരു ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ കഴിയുന്നു എന്ന് കാണുമ്പോൾ, അത് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ആഭ്യന്തരമായിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരെയാണ് എന്നും കൂടി വരുമ്പോൾ നമുക്ക് അതിലൊരു വിശ്വാസം വർദ്ധിക്കുകയാണ്, നമ്മൾക്ക് അതിനോടുള്ള അഭിമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിലുള്ള നമ്മളുടെ ആ ഒരു നിലനിൽപ്പ് തന്നെ നമുക്ക് ഒരു അഭിമാനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ അപ്പോഴും അവിടെ മറ്റൊരു ചോദ്യം അല്ലല്ലോ, ഒരു കോണിൽ നിന്ന് മറ്റൊരു ചോദ്യം ഉയരും. ഇപ്പോൾ താങ്കൾ അത് പറഞ്ഞു തുടങ്ങുകയും ചെയ്തതാണ്, അതിൽ നിന്നാണ് ഇതിലേക്ക് വന്നത്. ഇത്രയും പേരുടെ ചോര ഒഴുകിയിട്ടും അതിന് തക്കതായിട്ടുള്ള ഒരു തിരിച്ചടി എന്തുകൊണ്ട് രാജ്യം നൽകുന്നില്ല എന്നുള്ള ചോദ്യം, അതൊരു വൈകാരികമായ ചോദ്യം തന്നെയാണ്. അത് ഉയരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ആ മുദ്രാവാക്യം ഉയർന്നു വരുന്നത്. കശ്മീരിൽ നിന്നാണ് അത് പ്രധാനമായിട്ടും ഉയർന്നു വന്നത് എന്നത് ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. 35 വർഷത്തിന് ശേഷം കശ്മീരിൽ ഈ വിഷയത്തിൽ അല്ലേ ഒരു ബന്ധു നടക്കുകയാണ് അല്ലേ? അത് ഞാൻ പറയുമ്പോൾ ആദ്യം ആ ചോദ്യം ഉന്നയിച്ച ഒരു ആളുകൾക്കും അതുപോലെ തന്നെ ആ ഒരു വിഷയം എടുത്തിട്ട ആളുകൾക്കും ഒരു അഭിനന്ദനമാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നന്ദിയാണ് നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത്. കാരണം എന്താണ്, ഇതേ ആളുകൾ തന്നെയായിരുന്നു കുറച്ച് നാളുകളായിട്ട് പറഞ്ഞുകൊണ്ട് 370 റദ്ദാക്കിയിട്ട് എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്
എന്ന് ചോദിച്ച് നടന്നിരുന്ന ആളുകൾ ഇന്നിപ്പോൾ പറയുന്നത് 370 റദ്ദാക്കി, അതൊക്കെ ഒരു ശരിയായി വരുന്ന ഇടയ്ക്ക് ഇതിപ്പോൾ സംഭവിച്ചപ്പോൾ ഇത് വലിയ പ്രശ്നമായി എന്ന് പറയുമ്പോൾ അവർ തന്നെ വ്യംഗ്യമായിട്ട് സമ്മതിക്കുന്ന എന്താണ്, അവിടെ 370 റദ്ദാക്കിയത് നന്നായി തന്നെയല്ലേ. അപ്പം ഞാൻ ഇപ്പോഴും നമ്മൾ ഈ രാഷ്ട്രീയത്തിലൊരു ഒരു ഒരു മൂന്നാം കക്ഷിയായിട്ട് ഇത് കാണുന്ന ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകാൻ കാരണം എന്താണ്, ഇതേ ആളുകൾ തന്നെ അപ്പുറത്ത് നിന്നിട്ട് ഇതിനെ എതിർക്കുക, ഇന്നിപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുക. സപ്പോർട്ട് ചെയ്യേണ്ടത് സപ്പോർട്ട് ചെയ്യണം, പക്ഷേ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഇറങ്ങിയിട്ട് വേറെ തിരിച്ച് പറയും. അതാണ് ഇതിൻ്റെ കുഴപ്പം. ഇതേ ആളുകൾ തന്നെ പുൽവാമ അറ്റാക്ക് വന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നത്, ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ നാടകമാണെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അതേ വാദം ഈ അറ്റാക്കിൻ്റെ പിന്നിലും ആളുകൾ എടുത്ത് ഉന്നയിക്കുമ്പോൾ അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. പ്രത്യേകിച്ച് എന്താണ്, പണ്ടത്തെ മാതിരിയല്ല, ഇതിൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരായതുകൊണ്ട് അതിൽ ഈ തീവ്രവാദികൾ ഇത്തവണ ഉപയോഗിച്ചിരിക്കുന്ന ടാക്ടിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. മുഴുവൻ പേരെ കൊല്ലുകയല്ല അവർ ചെയ്തിരിക്കുന്നത്, കൊന്ന് കുറച്ച് പേരെ മാറ്റുന്നു, അതോടൊപ്പം ജീവനോടെ അത് നേരിട്ട് കണ്ട ആളുകൾ വെറുതെ വിടുന്നു. അവരിലൂടെ ഈ ടെറർ ഇവിടെ ഇൻഫെക്ഷ്യസ് ആക്കി മാറ്റാണ്. ആ ടെറർ അത് വെച്ചുകൊണ്ട് ഇതിലെ ഭീതി വ്യാപാരത്തിന് അവർ ആക്കം കൂട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ ആ കഥകൾ പുറത്തെത്തി. മറ്റേത് അങ്ങനെയല്ല, കഥ പുറത്തെത്തിയിട്ടില്ല, എന്താ അവിടെ സംഭവിച്ചെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇന്ന് കഥകൾ പുറത്തു വരുന്നു, കലിമ ചൊല്ലിച്ചതിൻ്റെ കഥയും അതുപോലെ മറ്റു പല കാര്യങ്ങളും വരികയാണ്. ആ ഒരു രീതിയിൽ ടെറർ ഇവിടെ അഴിച്ചുവിടുമ്പോൾ ഇത് കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് നമ്മളെ കാശ്മീർ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പുരോഗതിയെയും അപ്പാടെ പിന്നോട്ടടിപ്പിക്കുന്നതിന് കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ശ്രീ സേനാപതി വേണു, ആർട്ടിക്കിൾ 370 പറ്റി, അത് റദ്ദാക്കിയതിനെ പറ്റി ഏറ്റവും വലിയ ആരോപണം ഉന്നയിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടായപ്പോൾ കശ്മീരിലെ ജനങ്ങളുടെ വികാരം ശ്രദ്ധിച്ചു കാണുമല്ലോ. അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്നുള്ള തോന്നൽ ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ടാകേണ്ടതാണ്. അല്ല, ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് അത് കൽപ്പാന്ത കാലത്തോളം തുടരണം എന്നുള്ളതല്ല. അത് അതിൻ്റെ ഒരു ഉചിതമായ സമയത്ത് മാറണം. അത് മാറ്റാനായിട്ടുള്ള ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സ് അഡോപ്റ്റ് ചെയ്യാത്തതിനെയാണ് ഞങ്ങൾ വിമർശിച്ചിട്ടുള്ളത്. അതിപ്പോഴും ആ കാര്യത്തിൽ അത് അന്ന് പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ ഇവിടെ ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പ്രത്യേകിച്ച് ഞാൻ കാശ്മീരിൽ ഒരു 3-3.5 കൊല്ലം സർവീസ് ചെയ്തൊരു സൈനികനായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇന്നലെയും തോന്നിയ ഒരു ചോദ്യം ഞാനതിവിടെ പങ്കുവയ്ക്കുന്നത്, അതായത് ഈ പെഹൽഗാം എന്ന് പറയുന്ന അനന്തനാഗ് അടുത്തുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പം ഏതാണ്ട് കശ്മീർ ടൗണിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ അതിനടുത്താണ്. അപ്പൊ ഈ പെഹൽഗാമിൽ നിന്ന് പിന്നെ മുന്നോട്ട് പോകുന്ന ഈ നമ്മുടെ എന്താ പറഞ്ഞ ഈ ബൈരസൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ റോഡ് മാർഗങ്ങളില്ല, നടന്ന് ഇല്ലെങ്കിൽ പോണി എന്ന് പറയുന്ന ചെറിയ കുതിര, വലിയ കുതിരയല്ല, നമ്മൾ ഇവിടെ ഊട്ടി വെല്ലിംഗ്ടണിലും ഒക്കെ കാണുന്ന മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരയല്ല, ചെറിയ തരം കുതിരകൾ, കോവർ കഴുത എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോണി ടൈപ്പിൽ, ഇതിന്റെ പുറത്താണ് ഈ ആളുകളെ കൊണ്ടുപോയി. പക്ഷെ എൻ്റെ മനസ്സിൽ ഇന്നലെയും ഇന്നും ഒക്കെ തോന്നിയ ഒരു സംശയം, ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന അവിടെ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എറണാകുളം മറൈൻ ഡ്രൈവിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 2 പോലീസുകാരൻ ഒരു ലാത്തിയുമായിട്ടെങ്കിലും ഒരു പട്രോളിംഗ് നടത്തും. ഇപ്പൊ മൂന്നാറാണ് ഞങ്ങളുടെ അടുത്ത് ഏറ്റവും വലിയ ടൂറിസ്റ്റ് സെന്റർ. മൂന്നാറിൽ ഈ ആളുകൾ വരുന്നിടത്ത് 5 തൊട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൽ നടക്കുക എന്നുള്ളത്. ഇപ്പൊ കശ്മീരിൽ ഇത്രയും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഈ സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങിയത് ഗണ്ണുമായി 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ, കാരണം ഈ വന്നിരിക്കുന്ന ഒരു ചാവേറുകളില്ല, ഇവർ ടെററിസ്റ്റാ, ഇവരെ ആളുകളെ വെടിവെച്ചിട്ട് രക്ഷപ്പെട്ടു പോകാൻ. മറ്റ് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചാവേറ, അവൻ പൊട്ടിത്തെറിക്കാനും വെടിയേൽക്കാനും വരുന്ന ആളുകൾ. ഇതങ്ങനെയല്ല, ഇത് വന്നിരിക്കുന്നത് ടെററിസ്റ്റാണ്. ഞാൻ പറഞ്ഞ 2 സൈനിക ഉദ്യോഗസ്ഥരോ പോലീസ് ഉദ്യോഗസ്ഥരോ, കാരണം കശ്മീരിൽ ഡ്യൂട്ടി നിൽക്കുന്ന മുഴുവൻ പോലീസുകാരും ലോഡഡ് ഗണ്ണുമായിട്ടാണ്. SLR ആണെങ്കിലും അതെ, AK-47 ആണെങ്കിലും അതെ, ഇൻസാസ് റൈഫിൾ, ഇനി സ്റ്റെൻ ഗൺ ആണെങ്കിൽ പോലും ലോഡഡ് റൈഫിളുമായിട്ട്, അത് വനിതാ പോലീസും പുരുഷ പോലീസും അല്ല. ഒരു 2 പോലീസ് ഉദ്യോഗസ്ഥർ എന്തേ അവിടെ ഇല്ലാതെ പോയതെന്ന് ഞാനൊരു മുൻ സൈനികനായതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഇന്നലെ മുതൽ തികട്ടി വരുന്ന ഒരു ചോദ്യം ഞാൻ മറ്റൊരു ചാനലിലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും, കാരണം നമുക്കറിയാം ഇപ്പൊ കാശ്മീർ ഞാൻ പോയിട്ട് കുറെ കാലമായി, എങ്കിലും നമ്മൾ കാണുന്നത് റോഡ് സൈഡ് മുഴുവൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാർ, CRPF, അതുപോലെ തന്നെ RR, രാഷ്ട്രീയ റൈഫിൾസ്, സൈന്യം അത്രയില്ല, അവർ കുറച്ച് പിന്നോട്ട് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനെ വിന്യസിച്ചിരിക്കുന്ന നാട്ടിൽ ഈ ഇപ്പൊ ഇന്നലെ തന്നെ രാമചന്ദ്രന്റെ മകള് പറയുന്നത് അവിടെ ആയിരക്കണക്കിന് ആളുകൾ, ഇത്രയും ആളുകൾ വരികയും. പക്ഷേ ഈ ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയർന്ന സമയത്ത് അതിന് ഇപ്പോൾ ഒരു മറുപടിയായിട്ട് അത് വന്നിട്ടുള്ളത്, കഴിഞ്ഞ ദിവസവും അതിന്റെ മറുപടിയും വന്നിട്ടുള്ളതാണ്. കാരണം കാശ്മീർ ഒരു സാധാരണ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കാശ്മീരിൽ ആ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ വീണ്ടും സൈന്യത്തെ പഴയ രീതിയിൽ വിന്യസിച്ചു കഴിഞ്ഞാൽ, അല്ലല്ല, ജനങ്ങൾക്ക് വീണ്ടും പഴയ രീതിയിലുള്ള ഒരു ഭീതിയിലേക്ക് പോകും, വിനോദസഞ്ചാരികൾക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ആ ഒരു കാര്യം പരിഗണിച്ചുകൊണ്ടാണ് സൈന്യത്തിന്റെ വിന്യാസം കുറച്ചത് എന്നാണ്. അല്ല, വിന്യാസം കുറച്ചെന്നല്ല, അവിടെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരു
പോലീസ് ഉദ്യോഗസ്ഥൻ തോക്കുമായിട്ടുണ്ടെങ്കിൽ ഈ ഭീകരർ അവിടെ വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്മീരിലെ ഭീകരർ ഈ മറഞ്ഞു നിന്ന് വെടിവെക്കുന്നവരും ഇല്ലെങ്കിൽ ഈ ഒളിപ്പോര നടത്തുന്നവരാണല്ലോ, നേരിട്ട് യുദ്ധം ചെയ്യുന്നവരല്ലോ. അവർ ചാവേറുകളാണ്. അവരൊന്നും ഇപ്പൊ ഇല്ല, അവരൊക്കെ പൊട്ടിത്തെറിച്ച് തീർന്നു, അല്ലെങ്കിൽ അവരെ സൈന്യം കശാപ്പ് ചെയ്തു. ഇപ്പൊ വന്നിരിക്കുന്ന ഈ ടെററിസ്റ്റുകൾ, അപ്പൊ ഞാൻ പറഞ്ഞത് അത് ഞാനൊരു വിമർശനത്തിന്റെ രൂപത്തിലല്ല, നമുക്ക് നാളെയാണെങ്കിലും പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഒരു പ്രദേശത്ത് മതിയായ സുരക്ഷാ ക്രമീകരണം എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇല്ലാതെ പോയത്, അതാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാനും അത് ഈ നിരപരാധികളായ ആളുകളെ കൊല്ലാനും ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. അത് പരിശോധിക്കപ്പെടേണ്ടത്, അതായത് ഒരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അല്ലെ? സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നാണ് പരിശോധിക്കപ്പെടേണ്ടതും. അതോടൊപ്പം തന്നെ അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. അത് ഇവിടെ മാത്രമല്ല, എവിടെ വേണമെങ്കിലും ഈ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ എവിടെ വേണമെങ്കിലും ഇതുണ്ടാകാം. അതുകൊണ്ട് അതിനുള്ള മുൻകരുതൽ എന്ന നിലയിൽ ഗവൺമെന്റ് എടുക്കാൻ കഴിയേണ്ട അത് ഒരു വാർണിംഗ് ഷോട്ട് ആയിട്ട്. അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ശ്രീജിത്ത്? താങ്കൾ അങ്ങനെ ഒരു കാര്യമുണ്ട് മഞ്ജുഷ്, അതായത് ഇങ്ങനെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അതൊരു സുരക്ഷാ വീഴ്ച അതിലുണ്ട് എന്നതൊരു ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ അത് സ്റ്റേറ്റ് ഇന്റലിജൻസിനാണെങ്കിലും സെൻട്രൽ ഇന്റലിജൻസിനാണെങ്കിലും എന്ത് തരത്തിലുള്ള വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്, ഇവർ കൃത്യമായ രീതിയിലത്തേക്ക് ആന്റിസിപ്പേറ്ററി മെഷേഴ്സ് ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ലേ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രദേശത്തൊക്കെ തന്നെ അമർനാഥ് യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. അപ്പോൾ അവിടെ നോർമലി ഈ വലിയ രീതിയിലത്തേക്കുള്ള സൈനിക ഡിപ്ലോയ്മെന്റ് 60,000-ലധികം ആൾക്കാരുടെയൊക്കെ തന്നെ സൈനിക ഡിപ്ലോയ്മെന്റ് ഉണ്ടാകുന്നത് ജൂലൈ മുതലുള്ള മാസങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്ത പൂർണ്ണമായും ഒരു ടൂറിസ്റ്റ് സീസൺ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സമയത്ത് ഈ ഫോഴ്സസിനെ റാം ഡൗൺ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് വിനോദസഞ്ചാരത്തിന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ സൈനികരൊക്കെ തന്നെ ആയുധങ്ങളുമായി നിൽക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു കൈൻഡ് ഓഫ് പുട്ട് ഓഫ് ആണ്. അപ്പോൾ അതുകൊണ്ട് റാം ഡൗൺ ചെയ്യുന്ന ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. തന്നെയല്ല, അവിടെ നിയറസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ ബേസ് ചെയ്തിരിക്കുന്നത് 3rd ബറ്റാലിയൻ രാഷ്ട്രീയ റൈഫിൾസ് ആണ്. പിന്നീട് CRPFന്റെ 116ാം ബറ്റാലിയൻ ഉണ്ട്. പക്ഷെ അതെല്ലാം തന്നെ കുറച്ച് ഡിസ്റ്റൻസിലാണ് അവർ വെച്ചിരുന്നത്. ഏതാണ്ട് 10 കിലോമീറ്റർ അപ്പുറത്താണ് അവരെ എല്ലാം തന്നെ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അമർനാഥ് യാത്ര തുടങ്ങുന്ന സമയത്താണ് പൊതുവെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഇവരെ കൂടുതലായിട്ട് ഈ മേഖലകളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പിന്നെ അത് റാം ഡൗൺ ചെയ്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പോളിസി മാറ്റർ കൂടിയാണ്. റാം ഡൗൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പോളിസി മാറ്റർ കൂടിയാണ്. അപ്പോൾ ഇതിനിടയ്ക്കൊരു ഫൈൻ ബാലൻസ് ഉണ്ടാവുക, വീണ്ടും പൂർണ്ണമായി സൈന്യത്തിന്റെ ആധിപത്യത്തിലേക്ക് അവിടെ വരിക, അപ്പോൾ അവിടുത്തെ ഇക്കോണമി എഫക്ട് ചെയ്യും, ടൂറിസ്റ്റുകൾ കൂടുതലായിട്ട് എത്തുന്നതൊക്കെ തന്നെ കുറയും, ഇത് തന്നെ വലിയ രീതിയിലത്തേക്കുള്ള സ്കെയർ ഉണ്ടാക്കും. ഇതൊക്കെ ഒരു വശത്തുണ്ട്. ഞാൻ പറയുന്നത് അതിനെ സമർത്ഥമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഈ തീവ്രവാദികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ വിരോധമാണെങ്കിലും ഹിന്ദു വിരോധമാണെങ്കിലും ബീജാവാപത്തിൽ തന്നെയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കറക്റ്റായിട്ടുള്ള ഒരു സമയം നോക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മതം ചോദിക്കുന്നു. ഇന്നൊരു കുട്ടി പറഞ്ഞതുപോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വെവ്വേറെ നിൽക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഒരു സ്ത്രീ പറഞ്ഞതുപോലെ അവരുടെ ഭർത്താവിനോട് കലിമ ചൊല്ലാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എനിക്കറിയില്ല എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന സന്ദേശം വളരെ കൃത്യമാണ്. ഞങ്ങളിവിടെ ഈ ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള സന്ദേശമാണ് എന്ന് പലരും പറയുമ്പോഴും ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ടൂറിസ്റ്റുകളെ ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണെങ്കിലും അതിന് തിരഞ്ഞെടുത്തിരിക്കുന്ന സമയമാണെങ്കിലും ഒക്കെ തന്നെ സൈനികമായിട്ട് വലിയ രീതിയിലത്തേക്കുള്ള ഡിപ്ലോയ്മെന്റ് ഇല്ലാത്ത പൂർണ്ണമായും ടൂറിസ്റ്റ് സീസൺ എന്ന് പറയാവുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പക്ഷെ ഞാൻ ഇനി മനസ്സിലാക്കുന്നത് ഇതുമൂലം ഉണ്ടായിരിക്കുന്ന കുറേയധികം റെപ്പർക്കഷൻസ്, അതായത് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലത്തേക്കുള്ള പ്രതിസന്ധി ഇതുമൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷിംല എഗ്രിമെന്റിൽ നിന്ന് അവർ തന്നെ പിന്മാറുന്നു എന്ന് പറയുന്ന സമയത്ത് ഇനി ഒരു എസ്കലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയെ അതിന് കുറ്റം പറയാൻ കഴിയില്ല. കാരണം രണ്ട് പാർട്ടികൾ എഗ്രി ചെയ്യുന്ന സമയത്താണ് ഒരു എഗ്രിമെന്റ് ഉണ്ടാവുക. അപ്പോൾ ആ എഗ്രിമെന്റിൽ നിന്ന് പാകിസ്ഥാൻ പോവുകയാണെങ്കിൽ പിന്നീട് ലൈൻ ഓഫ് കൺട്രോൾ ഒന്നും തന്നെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് മാത്രമായിട്ട് പ്രത്യേക സമ്മർദ്ദങ്ങളില്ല. ഇപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാരെ, പട്ടാളക്കാരെയാണ് മുമ്പ് ആക്രമിച്ചിരുന്നത് എങ്കിൽ ഇത് സാധാരണക്കാരായിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളായിട്ടുള്ള ഇതര മതസ്ഥരായിട്ടുള്ള മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ള ആൾക്കാരെ നേരിട്ട് ആക്രമിക്കുകയാണ്. അതിൽ തന്നെ ഒരു മുസ്ലിമിന് ജീവൻ നഷ്ടപ്പെടുന്നത് പോലും അദ്ദേഹം ഒരു ധീരപ്രവൃത്തി അവിടെ ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ്. ഈ ഡസൻ ലുക്ക് ലൈക്ക് എ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഷൂട്ട് ചെയ്ത രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലത്തേക്ക് മതപരമായി മാത്രം ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് ഏകപക്ഷീയമായിട്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു കരാറിൽ നിന്ന് പിന്നാക്കം വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് മാത്രമായിട്ട് ഒരു മനുഷ്യത്വം ഒന്നും തന്നെ കീപ്പ് ചെയ്യാനില്ല. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഒന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ ആക്രമിക്കുന്നതിനും
അവരെ കൊലപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് പാകിസ്ഥാൻ സ്പോൺസർ ആയിട്ടുള്ള ഒരു അറ്റാക്കിന് സാധിക്കുമെങ്കിൽ പാകിസ്ഥാനിലുള്ള ആൾക്കാർക്ക് തുടർച്ചയായിട്ട് അവർക്ക് ജീവജലം നൽകിക്കൊണ്ട് അവരെ എല്ലാ കാലവും മനുഷ്യത്വപരമായി സംരക്ഷിച്ചു കൊള്ളാം എന്നൊരു കരാറൊന്നും ഇന്ത്യക്കില്ല. ഇന്ത്യയിലുള്ള ഇന്ത്യ ചെയ്തത് ഇതുവരെ അങ്ങനെ ഒരു കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു നയതന്ത്ര നീക്കം ഇന്ത്യ നടത്തിയിരുന്നില്ല. പക്ഷേ ഇന്ത്യയെ അതിന് നിർബന്ധിക്കുകയായിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ ഇങ്ങോട്ട് അയച്ച് ഈ ആരും കൊല ചെയ്തതിലൂടെ. അങ്ങനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ അല്ലേ? അല്ല, അങ്ങനെ മാത്രമേ അതിനെ കരുതാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ത്യക്ക് മാത്രമായിട്ട് കീപ്പ് ചെയ്യേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു മനുഷ്യാവകാശങ്ങളില്ല, മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമില്ല. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ, നമ്മൾ അവരോട് ചോദിക്കുന്ന മിനിമം ഡിമാൻഡ് എന്താ? നമ്മൾ അവരോട് ഇത്ര സ്വർണം തരണമെന്നോ ഇത്ര പാകിസ്ഥാന്റെ ഇത്ര ഭാഗം നമുക്ക് എഴുതി തരണമെന്നൊന്നും അല്ല പറയുന്നത്. ക്രോസ് ബോർഡർ ടെററിസത്തിനെ നിങ്ങൾ ഇല്ലാതെയാക്കണം, ഇത് മാത്രമാണ് നമ്മുടെ ഡിമാൻഡ്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ആൾക്കാർ അതിർത്തി കടന്ന് ഇവിടേക്ക് വന്ന് ആക്രമിക്കാൻ പാടില്ല, അവിടെ ടെററിസ്റ്റ് ക്യാമ്പുകൾ, ടെററിസ്റ്റ് ഫാക്ടറികൾ ഉണ്ടാകാൻ പാടില്ല, അവർക്ക് വേണ്ടുന്ന സൈനിക പരിശീലനം, ആയുധ പരിശീലനം, സപ്ലൈസ്, പണം തുടങ്ങിയ കാര്യങ്ങളുടെ ചെയിൻ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ കട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡിമാൻഡ്. എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വളരെ സിമ്പിൾ അല്ലേ? ഒന്നുകിൽ നിങ്ങൾ ടെററിസം സെലക്ട് ചെയ്യുക, അതല്ല എങ്കിൽ നിങ്ങൾ ജലം സെലക്ട് ചെയ്യുക. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകില്ല എന്നാണ്. അതായത് നിങ്ങൾക്ക് അവിടെയുള്ള കോടിക്കണക്കിന് ഏതാണ്ട് 25 കോടി ആൾക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഈ നദീജല കരാറിനെ നമ്മൾ അതിനെ അബയൻസിൽ വെക്കുകയാണ് എങ്കിൽ ഈ 25 കോടി ആൾക്കാരെ നേരിട്ട് ബാധിച്ച് അവരുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാകണോ? ഇനി ഒരുപക്ഷെ ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് അത് പോകണോ? അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതോ നിങ്ങൾക്ക് മാത്രമായി ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളുടെ നാട്ടിലുള്ള അവിടെയുള്ള ഈ ടെററിസ്റ്റ് ഫാക്ടറികളെ എല്ലാം തന്നെ ഇല്ലാതെയാക്കി ക്രോസ് ബോർഡർ ടെററിസം ഇല്ലാതെയാക്കുകയാണോ എന്നുള്ള സിമ്പിൾ ചോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ എന്തോ സേനാപതി വേണു പറഞ്ഞപ്പോൾ താങ്കൾക്ക് ഒരു അവസരം വേണമെന്ന് പറഞ്ഞോളൂ. ഇപ്പോൾ കണ്ട ദൃശ്യങ്ങൾ കശ്മീരിൽ വീണ്ടും പ്രകടനങ്ങൾ നടക്കുന്നതാണ്. സമാധാനം ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രകടനം നടക്കുന്നത്. ഇതാണിപ്പോൾ കശ്മീരിൽ ഇന്ന് നടന്ന പ്രകടനത്തിലെ ദൃശ്യങ്ങൾ. ശരി, ശ്രീ ആരിഫ് ഹുസൈൻ, ഞാൻ ചോദിക്കാവുന്ന ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇതുപോലുള്ള പ്രകടനങ്ങൾ പോലും നടക്കുന്നതിന് സാധ്യമാകുന്ന രീതിയിൽ അവിടെ ആ ഒരു സാഹചര്യം മാറ്റിയത് വലിയ പങ്ക് 370 ആർട്ടിക്കിൾ അത് റദ്ദാക്കിയതിനുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉന്നയിച്ച ചോദ്യമാണ്. അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ ഉയർത്തിയത്. അതായത് കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ വരെ പറഞ്ഞത് 370 പുനഃസ്ഥാപിക്കുമെന്നാണ്. അങ്ങനെ ഒരു ലക്ഷ്യം ഇപ്പോഴും ഉണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. നമ്മളിപ്പോൾ ഈ പറയുന്ന ഇത്ര വലിയ വിഷയങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്നതിനിടയിൽ കോൺഗ്രസ് ഈ ഒരു വാദം, ഇത് ഇനി പുനഃസ്ഥാപിക്കും എന്ന് പറയുന്ന സംഗതി അതിപ്പോഴും ഉണ്ടോ, അതോ അതിന് പിന്മാറുമോ, എന്താണ് അതിന്? കോൺഗ്രസ് അത് പറഞ്ഞാൽ അത് കോൺഗ്രസിന് അബദ്ധമാകും. സേനാപതി വേണു ഇവിടെ നൽകിയ മറുപടി 370 പിൻവലിക്കാൻ അതിന് പര്യാപ്തമായ ഒരു സമയമുണ്ടാകും, ആ സമയത്തെ പിൻവലിക്കാവൂ എന്നുള്ള ഇല്ലേ, ആ നടപടികൾ ആ രീതിയിലാകണം എന്നാണ് സേനാപതി വേണു. പക്ഷേ അത് പിൻവലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒരു ചോദ്യമുള്ളത് അതിന് പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണോ കോൺഗ്രസിന്റെ അജണ്ട എന്നുള്ളതാണ്. സേനാപതി ഒറ്റ വാചകത്തിൽ മറുപടി, അതിനുശേഷം ശ്രീ ഉല്ലാസ് ബാബുലേക്ക് പോകണം. അതുകൊണ്ടാണ് പുനഃസ്ഥാപനം അത്ര പെട്ടെന്ന് സാധ്യമല്ല. അതാണല്ലോ അതിന്റെ ഒരു നയം. അതിനകത്ത് വെറുതെ നമ്മൾ രാഷ്ട്രീയം എന്തെങ്കിലും കോൺഗ്രസിന് ആ ഒരു നിലപാടുണ്ടോ എന്നാണ് ചോദിച്ചത്. ആരിഫ് ഹുസൈൻ ചോദിച്ചത് കോൺഗ്രസിന് ആ നിലപാട് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോന്ന് രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിലും പറഞ്ഞു അത് തന്നെയായിരുന്നു. അല്ല ഞാൻ പറഞ്ഞത് ഇനി തൽക്കാലം ആർട്ടിക്കിൾ 370 അത് പുനഃസ്ഥാപിക്കല് ഒരു സാധ്യമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ ഒരു കാഴ്ചപ്പാടും കണക്കൂട്ടും. ശരി, ശ്രീ ഉല്ലാസ് ബാബു, യഥാർത്ഥ നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയെന്നാണോ കണക്കാക്കേണ്ടത്? അല്ല, സേനാപതി കാര്യം പറഞ്ഞതിൽ നമ്മൾ സ്വാഗതം ചെയ്യാം. സ്വാഭാവികമായിട്ട് ഇതൊക്കെ അവർക്ക് അറിയുന്ന കാര്യം തന്നെയാണെന്ന്, ഇതൊന്നും അവർ പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ലെന്നും ഇതാണ് ചെയ്യേണ്ടതെന്നും അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലും പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പാണല്ലോ ഇതിനൊക്കെ നടക്കുന്നത്. ഈ വിഷയം നടക്കുന്ന സമയത്ത് ഈവൻ അവിടുത്തെ മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ, കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായിട്ടുള്ള അങ്ങനെ നിരവധി ആ കാശ്മീരിന്റെ ആളുകൾ പോലും ഉന്നയിക്കാത്ത വിഷയങ്ങൾ ഉന്നയിച്ച ആളുകൾ ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിലെ 1-2 ആളുകളുണ്ട്, അതിന്റെ ബന്ധപ്പെട്ട ആളുകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകളുണ്ട്. അവരൊക്കെയാണ് 370 എടുത്തു കളഞ്ഞതിലെ പ്രയാസം. 370 എടുത്തു കളഞ്ഞ പ്രയാസം ഇന്ത്യക്കുണ്ടെങ്കിൽ ഇന്ത്യക്കകത്തുള്ള ആളുകൾ അതിനകത്ത് സമരം ചെയ്യുകയോ അവരുടെ അഭിപ്രായം പറയുകയോ ചെയ്യും. ഈ പാകിസ്ഥാനിലെ പന്നികൾക്ക് അതിലെന്താണ് പ്രയാസം? പച്ച നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ ഇവിടെ വന്ന് ചെയ്തത് ഇതിന്റെ കുറ്റമാണെന്ന് പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ ആളുകളെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ വാർത്ത വായിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർ, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ ഒരു ശൈലി നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാർത്ത വായിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കുകയാണ്, ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ വലിയ പ്രയാസം ഉണ്ടാവില്ലേ, അവരുടെ മാനുഷിക പ്രശ്നം ഉണ്ടാവില്ലേ? അവിടുത്തെ മാനുഷിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും അന്വേഷിക്കലല്ലോ ഇന്ത്യക്ക് ആവശ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ 10-26 പേരെ വെടിവെച്ചിട്ട സമയത്ത്, ഇന്ത്യയുടെ ആത്മാവിന് മുറിവ് കേട്ട സമയത്ത് അത് ഇന്ത്യയുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. അവിടുത്തെ മാനുഷിക പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് ചർച്ച നയിക്കുകയാണ് കേരളത്തിലെ ആളുകൾ. ഒരു 3 കുറ്റിമ കയറി ഇരുന്നിട്ട് നടത്തുന്ന എഡിറ്റോറിയൽ അടുപ്പുകൂട്ടി ചർച്ച എന്താ നടത്തിയത്? അതും ഈ 370 കുറിച്ചാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് കൊണ്ടുപോകുന്ന ലൈൻ എന്താണ്? ഞാൻ ചോദിച്ചോട്ടെ, ജാതിയില്ല എന്ന് ഇവിടുത്തെ എല്ലാവരും പറയുന്നത്. മതമില്ല, തീവ്രവാദങ്ങൾക്ക് മതമില്ല. സത്യമാണ് സാർ, തീവ്രവാദങ്ങൾക്ക് മതമില്ല.
പക്ഷേ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, തീവ്രവാദത്തിന് കൃത്യമായിട്ടുള്ള മതമുണ്ട്. അത് ചർച്ച ചെയ്യാതെ വിട്ടുപോകുന്നത് അതൊരു പ്രയാസങ്ങൾ ഭാവിയിൽ ഭാരതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് സഹിഷ്ണുതാവാദികളായതുകൊണ്ടുമാണ്. നേരെ മറിച്ച് ഇത് ഇപ്പുറത്തെ ശൈലിയാണ് നടന്നതെങ്കിൽ എന്തായിരിക്കും മഞ്ജുഷ എന്ന് ഇവിടെ മാധ്യമങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുക? എന്തായിരിക്കും ഇവിടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക? അപ്പൊ ഇവിടെ ഒരു വിഭാഗത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിഭാഗമാണോ എന്ന് ഉറപ്പുവരുത്തി ഇവിടെ കൈകാര്യം ചെയ്ത സമയത്ത് അവിടെ സഹിഷ്ണുത എന്ന് പറയപ്പെടുന്ന പദത്തിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാവും, അല്ലെങ്കിൽ അതിന് അതാണ് യഥാർത്ഥ സഹിഷ്ണുത എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ ഉല്ലാസ് ബാബു, ആ വിദ്വേഷം വളർത്തുന്നതിന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ ശ്രമം കൂടിയാണ് അവിടെ നടന്നത്. തീർച്ചയായിട്ടും ഞാൻ അത്, പക്ഷെ ഇതേ വിദ്വേഷം പകർത്താൻ വേണ്ടി ഇതിന്റെ നേരെ ഉൾട്ടയാണ് പാകിസ്ഥാൻ ചെയ്തതെന്നൊക്കെയാ. അത് ഈ സഹിഷ്ണുത ഇവർ കാണിക്കൂല മഞ്ജുഷേ. ഇവിടുത്തെ മാധ്യമങ്ങളടക്കം അത് കാണിക്കില്ല. ഇവിടുത്തെ മാധ്യമങ്ങളിൽ 2 മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഇതിന്റെ ഇടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മഞ്ജുഷ എഴുതി വെച്ചു. അതടക്കം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഭാവിയിൽ അത് നിയമപരമായിട്ട് തന്നെ പോരാടേണ്ട വിഷയമാണ്. കൃത്യമായിട്ട് ആ മാധ്യമ പ്രവർത്തകർ 2 മാധ്യമങ്ങളിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾ അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. എന്താണ് MA ബേബി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വിഷയം പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് തീരുമാനം പറഞ്ഞത്? അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു കാര്യം ചർച്ച ചെയ്യേണ്ടത്, ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നാണം കെട്ട രാഷ്ട്രീയമല്ലാതെ രാജ്യത്തിനോടോ രാജ്യത്തിന്റെ പ്രയാസങ്ങളിലോടോ മനം നോവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതവർ അവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. നമുക്ക് ഇപ്പോൾ വിഷയം ചർച്ച ചെയ്യാനുള്ള കാര്യമല്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഏതെല്ലാം രീതിയിൽ അങ്ങനെ അടിവേരിലേക്ക് പോകുമെന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഒരു സർക്കാരാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. ആ സർക്കാർ ഇത് കൃത്യമായി ചെയ്യും. അതിനപ്പുറത്തൊക്കെ ചർച്ച ചെയ്യാൻ ഒരു കോമ്പറ്റന്റ് ആയിട്ടുള്ള അതോറിറ്റി അല്ല ഞാനും അല്ല മഞ്ജുഷുമല്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരും ദിവസങ്ങളിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണോ ഒറ്റക്കെട്ടായി കൊണ്ട് രാഷ്ട്രീയമോ പ്രത്യയ ശാസ്ത്രമോ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും ഇല്ലാതെ ശരിയാണ് ഒറ്റക്കെട്ടായി തന്നെ നേരിടേണ്ടതാണ്. ശ്രീ ഡോക്ടർ മാത്രമേ എനിക്ക് പറയാം. ഞാൻ ഇവിടെ ചർച്ചയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാം. 370 ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു ടെമ്പററി പ്രൊവിഷനായിട്ട് അന്ന് കൊണ്ടുവന്നതാണ്. ഒരു ഭരണഘടനാ ഭേദഗതി പോലും ഇല്ലാതെ ഇത് ഇത് എടുത്തു കളയുകയും കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്നെങ്കിലും പ്രതീക്ഷിക്കാവുന്നത് 370 അല്ല, അവർക്ക് സ്റ്റേറ്റ്ഹുഡാണ്. സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് കൊടുത്തൊരു ഉറപ്പാണ്, എന്നെങ്കിലും സമാധാനം നിലനിൽക്കുകയും ഭാവിയിൽ അവർക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യവുമായി ഒരുമിച്ച് പോകുന്നൊരു ഫെഡറൽ റിലേഷൻഷിപ്പ് വരികയും ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ്ഹുഡ് തിരിച്ചു കിട്ടും. 370 പ്രശ്നം ഇനി ഉദിക്കുന്നില്ല. കാരണം അത് 68 വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നൊരു സംഗതിയാണ്. അതിൻ്റെ കാലഹരണപ്പെട്ടു. അതുകൊണ്ടല്ല ഇപ്പോഴത്തെ പ്രശ്നം നടക്കുന്നത്. 370 കൊടുത്താലും ഈ പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും കാലം ഉണ്ടായിരുന്നു 370 ഉണ്ടായിട്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് ആഭ്യന്തരമായിട്ട് തർക്കമുണ്ടാക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ആവശ്യമായിരുന്നു 370 റദ്ദാക്കരുത്, അത് റദ്ദാക്കിയത് വാസ്തവത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്ന കശ്മീരിൽ ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടുന്ന പിന്തുണ ഇല്ലേ, മൊത്തം കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന പിന്തുണ അത് വലുതുമാണ്. 370 എടുത്തു കളഞ്ഞതിന് ശേഷം കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് കാശ്മീരിലുണ്ടായ പുരോഗതി നമ്മൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസ രംഗത്തായാലും അടിസ്ഥാന സൗകര്യത്തിനായാലും അതോടൊപ്പം തന്നെ മറ്റ് കണക്ടിവിറ്റി വളരെ നോർമലായി. ഇപ്പം നമ്മളെല്ലാവരും കാശ്മീരിൽ പോയിട്ടുണ്ട്. ഞാനൊരു 7 പ്രാവശ്യമെങ്കിലും കാശ്മീരിൽ പോയിട്ടുണ്ട്. പല മേഖലകളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് കുറേയൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞു. ആ പഴയ വിരോധം ഇന്ന് ഇല്ല എന്ന് മാത്രമല്ല, അവർക്ക് ടൂറിസം വഴിയും കാർഷിക രംഗത്തെ പുരോഗതി വഴിയും നല്ല പുരോഗതി, സാമ്പത്തിക പുരോഗതി കിട്ടുമ്പോൾ ഇന്ത്യയും നമ്മുടെ രാജ്യവുമായിട്ട് ഒരു പ്രധാന ഭാഗമായി ആ ഫീലിംഗ്, ഇന്ത്യയുടെ പാർട്ടാണെന്നുള്ള ഫീലിംഗ് അവിടുത്തെ ജനതയ്ക്ക് വന്നതിൻ്റെ ഫലമാണ് ഇന്ന് പാകിസ്ഥാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ. മറിച്ച് പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ കാലഘട്ടം മാറി. ഇന്നിപ്പോൾ പാകിസ്ഥാൻകാർ കാണിച്ച വൃത്തികേടിന് കുഴപ്പത്തിന് ശേഷം കൂടുതൽ പാകിസ്ഥാൻ വിരോധം അവിടെ ഉണ്ടായി. എങ്ങനെയെങ്കിലും ആ നാട്ടിലെ ജനങ്ങൾ രക്ഷപ്പെട്ടോട്ടെ, അവർക്ക് ജീവിതമുണ്ടാകണം, അവർക്ക് വളർച്ചയുണ്ടാകണം. അവിടുത്തെ ആൾക്കാർ പറയുന്നൊരു സംഗതിയുണ്ട്, ഹിൽ സൈക്കോളജി എന്ന് പറയും. ഹിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം മലകളല്ലേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ വളർച്ച എന്ന് പറഞ്ഞാൽ മുരടിച്ച് നിന്ന ഒരു മേഖലയായിരുന്നു. അതിനോടൊപ്പം ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക പുരോഗതി, വിദ്യാഭ്യാസം, കൂടുതൽ കേന്ദ്ര സ്ഥാപനങ്ങൾ ഇവയെല്ലാം കൊണ്ടുവന്ന് ഒരു വലിയ പരിധിവരെ ഈ സുരക്ഷിതത്വം സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും വന്നു. പഴയ കാലത്ത് ഞങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്, സേനാപതി ഉൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ഫർലോങ്ങിനടുത്ത് ഒരു പട്ടാളക്കാരൻ തോക്കുമായിട്ട് നിൽക്കുകയാണ്.
അതെവിടെ ഗുൽമാർഗിൽ പോയാലും കാണും, എല്ലാ മേഖലയിലും പോകും. സമാധാനം തിരിച്ചു വന്ന് ഇപ്പോൾ സാമ്പത്തിക വളർച്ച നാട്ടിന് വന്നപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്തോട് പൂർണ്ണമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയത്താണ് അപൂർവം ചില ആൾക്കാർ, ഇപ്പോൾ നമ്മൾ പറയില്ലേ, എ ടെററിസ്റ്റ് നീഡ് നോട്ട് ബി ഓൾവേസ് റൈറ്റ്. എ ടെററിസ്റ്റിന് എപ്പോഴും വിജയിക്കണമെന്നില്ല, പക്ഷേ അയാൾ ഒരു തവണ വിജയിച്ചാൽ മതി. പക്ഷേ നമുക്ക് എപ്പോഴും വിജയിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിനി എടുക്കാൻ പോകുന്ന നടപടി എന്ന് പറയുന്നത്, ഇപ്പോൾ ഡിപ്ലോമാറ്റിക്കായിട്ട് നമ്മൾ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും, സ്ട്രാറ്റജിക്കലായിട്ട്. മനുഷ്യാവകാശ പ്രശ്നം പറയുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ, അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ. അതിപ്പോൾ ഈ മരിച്ചു വീണ 27 ടൂറിസ്റ്റുകളുടെ മനുഷ്യാവകാശം ആര് പറയും? അപ്പോൾ നമ്മളിനി ഡെറ്ററൻസ് എന്ന് പറയുന്ന പോളിസിയാണ്. ഡെറ്ററൻസ് എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് പ്രതിരോധത്തിൽ പോവുക, അല്ലാതെ സമാധാനം പ്രസംഗിച്ച് നടക്കുകയല്ല. നമ്മളായിട്ട് അങ്ങോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തും, അതേസമയം നമ്മളൊരു ഓപ്പൺ വാറിലേക്ക് പോകുന്നുമില്ല. ഇതേ പാകിസ്ഥാന് മനസ്സിലാവുള്ളൂ, ഈ ഭാഷയെ പാകിസ്ഥാന് മനസ്സിലാവുള്ളൂ. കാരണം അവരങ്ങനെ വളർന്ന ഒരു രാജ്യമാണ്. അവരുടെ ഭാവി അവർക്ക് തന്നെ പ്രശ്നമായിരിക്കുന്ന സമയത്ത് നമ്മളെ ആക്രമിച്ചാൽ നന്നായിട്ട് തിരിച്ചു കിട്ടും. അതേസമയം നമ്മളൊരു തുറന്ന യുദ്ധത്തിന് തയ്യാറാണ്, വന്നാൽ യുദ്ധം ചെയ്യും. ഈ ഒരു ഡെറ്ററൻസ് പോളിസിയാണ് ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്ക് തുടരാൻ. പക്ഷേ അങ്ങനെ ഒരു ഈ നയതന്ത്ര നീക്കം മാത്രമായി എടുക്കുകയാണെങ്കിൽ രാജ്യത്ത് നിന്ന് ഉയരുന്ന ഒരു വൈകാരികമായ ഒരു പ്രതികരണങ്ങൾ ഉണ്ടാകുമല്ലോ. അല്ല, അതാണ് ഈ നയതന്ത്ര നീക്കമല്ല, അതിനകത്തൊരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ട്. തീർച്ചയായിട്ടും തീവ്രവാദികളുടെ കേന്ദ്രം ശ്രദ്ധിച്ച് ഒരു ആക്രമണം, അതെ, മിന്നലാക്രമണം വരും. അല്ല, എനിക്ക് തോന്നുന്നില്ല ഈ നദീജല പ്രശ്നം കൊണ്ട് മാത്രം നിൽക്കുമെന്ന്. അതിനപ്പുറം തീർച്ചയായിട്ടും ടെററിസ്റ്റുകളുടെ കേന്ദ്രം പാകിസ്ഥാനാണെങ്കിൽ അത് ടാർഗറ്റ് ചെയ്ത് നമ്മൾ അറ്റാക്ക് തന്നെ ചെയ്യണം. അത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ചെയ്താലേ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കും. അത് ഡിറ്ററൻസിലുണ്ട്. പണിഷ്മെൻ്റ് ഒരു പാർട്ടാണ്. പണിഷ്മെൻറ്റ് കൊടുക്കാതെ വിടുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതിനുള്ള തുടക്കമാണ് ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും പിറകിലല്ല എന്നും നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ കമ്മ്യൂണിറ്റി നമ്മളോട് നിൽക്കും എന്നുള്ളതാണ്. ശരി, ശ്രീ ആരിഫ് ഹുസൈൻ, ഈ കോൺഗ്രസിൻ്റെ നിലപാട്, ഇപ്പോൾ സേനാപതി വേണു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹം പറഞ്ഞ ആ നിലപാട്, അതിനെ അഭിനന്ദിക്കുവാൻ താങ്കളും തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു പൊതു നിലപാടായിട്ട് പ്രതിപക്ഷത്തിൻ്റെ വരുവാനുള്ള സാധ്യത കുറവാണല്ലോ 370യുടെ. തീർച്ചയായിട്ടും അത് കുറവാണെന്ന് മാത്രമല്ല, പക്ഷേ ഇങ്ങനെയാണ് ജനാധിപത്യം വർക്ക് ചെയ്യുക. അതായത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം, അതിനുള്ള സോഷ്യൽ പ്രഷർ ക്രിയേറ്റ് ചെയ്യണം. ആ പ്രഷർ ക്രിയേറ്റ് ചെയ്യുക, മാന്യമായിട്ട് അതിനുള്ള വഴികൾ നമ്മൾ ഉപയോഗിക്കുക, ഇതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിൽ അദ്ദേഹം വളരെ ഇൻറ്റഗ്രിറ്റിയോട് കൂടി സംത്യസന്ധമായിട്ട് ആ ഒരു മറുപടി പറഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇത് മറ്റ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ മാതൃകയാക്കണം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇത് മാതൃകയാക്കണം. അതിനുവേണ്ടി നമുക്ക് ഹിന്ദിയിൽ ഇത് തർജ്ജമ ചെയ്തെങ്കിലും ഇറക്കണം. കാരണം ഈ ഒരു രീതി, ഇപ്പോൾ ഇതുപോലുള്ള സംഭാഷണങ്ങൾ സത്യത്തിൽ നടക്കേണ്ട മേഖല നമ്മുടെ പാർലമെൻറ്റാണ്. അവിടെ നിശബ്ദമാണ്. അവിടെയാണ് ഇത് സത്യത്തിൽ നടക്കേണ്ടത്. അത് നടക്കാതെ കാണുന്നതിലൊക്കെ വളരെയധികം ദുഃഖമുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് നമ്മളൊക്കെ. കാരണം അത് അവിടെ നടക്കുന്നത് മറ്റു പല കാര്യങ്ങളോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീർത്തും അതിൽ സന്തോഷവാനാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു. അത് മറ്റുള്ള കോൺഗ്രസ്സുകാർ അത് മാതൃകയാക്കണം എന്ന് കൂടി ഞാൻ പറയുകയാണ് 370യുടെ കാര്യത്തിൽ. ശരി, സേനാപതി, ആ അഭിനന്ദനത്തെ താങ്കൾ ഏറ്റുവാങ്ങുകയാണോ? ഒരു മിനിറ്റ്, അല്ല, ഞാൻ പറഞ്ഞത് ഈ ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞത് അത് വെറുതെ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടായതല്ല. നമ്മൾ അതിനെക്കുറിച്ച് അന്നത്തെ സാഹചര്യം, അതായത് 1947 ആഗസ്റ്റ് 15 കശ്മീർ നമ്മളോടൊപ്പം ഇല്ല. കശ്മീർ നമ്മളോടൊപ്പം പിന്നീട് വരാൻ എങ്ങനെ നിർബന്ധിതമായി. അപ്പം നിർബന്ധിതമായപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഹിന്ദു രാജാവ്, അതെല്ലാം ചരിത്രങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ കാരണം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കുന്നത് നമ്മളല്ല, ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ആ സാഹചര്യത്തിൽ ആർട്ടിക്കിൾ 370 അന്ന് അനിവാര്യമായി. ആ അനിവാര്യത അതുകൊണ്ടാണ് പറഞ്ഞത് അത് പെർമനന്റ് അല്ല. ആ പെർമനന്റ് അല്ല എന്നുള്ളത് അത് മാറ്റാനും ചില രീതികൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. കശ്മീരിലെ അസംബ്ലിയിൽ നിന്നുള്ള ചർച്ച, പാർലമെന്റിൽ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ആ പ്രൊസീജിയേഴ്സ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ആർട്ടിക്കിൾ 370 അന്നത്തെ കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു. ആ അനിവാര്യത ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗോപകുമാർ സാർ പറഞ്ഞത് ഇപ്പോൾ ഇല്ല. അതാണ് വർത്തമാന കാലവും അന്നത്തെ കാലവും തമ്മിലുള്ള നമ്മുടെ ചോദ്യം അതല്ലായിരുന്നല്ലോ. അത് റദ്ദാക്കി അതിന്റെ പ്രശ്നമൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളെ ചോദ്യം അത് പുനഃസ്ഥാപിക്കുമെന്നുള്ള വാദം നിങ്ങൾ അത് പിൻവലിച്ചു. അത് മാത്രമേ നമ്മളെ പ്രശ്നമുള്ളൂ. പുനഃസ്ഥാപനമാണ് നമ്മുടെ വിഷയം, അല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഓവർ പിന്നെ ആ രീതി തുടരാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാ? നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് കൊണ്ട് തന്നെയല്ലേ? അല്ലെങ്കിൽ അത് സാമാന്യമായ മര്യാദയ്ക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അവിടെ എന്താ അത്? അപ്പൊ നിങ്ങൾ അതിനെ അനുകൂലിച്ചിട്ടില്ല. ഈ പറഞ്ഞ വാദം അന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. വരൂ, നമുക്കിത് റദ്ദാക്കാം, ഇത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമല്ലേ, നമുക്കിത് റദ്ദാക്കി കളയാം, വരൂ, അതിന്റെ പ്രൊസീജിയർ നമുക്ക് ഫോളോ. ഇതല്ലല്ലോ അന്ന് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അന്ന് നിങ്ങൾ പറഞ്ഞെന്താന്ന് നമുക്കറിയാം. ഇന്ന് നിങ്ങൾ പറയുന്നത് എന്താ? അതല്ല.
ഇത് പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അതിൽ തിരുത്തുണ്ടോന്നാണ് ചോദിച്ചത്. അപ്പൊ അല്ല, നിങ്ങൾ അത് ആദ്യം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് അത് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതിനാണ് ഞാൻ എന്റെ അഭിനന്ദനം വെറുതെ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഈ 370യുടെ കാര്യത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്നുണ്ടല്ലോ. ഇപ്പോൾ കശ്മീരിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന ഈ പിന്തുണ, പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ. മഞ്ജുഷ്, നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇന്ത്യൻ പട്ടാളക്കാരെ കല്ലെറിയുന്ന ഒരു രീതിയാണ് കാശ്മീരിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആർട്ടിക്കിൾ 370 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ മറ്റെല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൻ്റെ സമയത്താണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികവും നിർബന്ധവും സൗജന്യവുമായി മാറി. അങ്ങനെ ആയിരുന്ന സമയത്ത് പോലും ഈ 370 നിലനിൽക്കുന്നത് കൊണ്ട് ഈ പാർലമെന്റിന്റെ നയം പോലും കാശ്മീരിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് എന്താ, സ്കൂളിൽ പോകണ്ട, എവിടെയെങ്കിലും പോയി വേണമെങ്കിൽ മതം പഠിക്കാം, കല്ലെറിയാൻ വേണ്ടിയിട്ട് പോകാം, ഈ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി വന്നിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചിരുന്ന, ഇന്ത്യൻ സൈനികരെ കാണുന്ന സമയത്ത് തല്ലുകയോ കല്ലെറിയുകയോ ചെയ്തിരുന്ന ആൾക്കാർ ഇന്ന് ഞങ്ങൾക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സുരക്ഷിതത്വം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർഭയരായിട്ട് തെരുവിലിറങ്ങുക. ആ തെരുവിലിറങ്ങുന്ന ആ പരിവർത്തനം വന്നിട്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇന്ത്യയിൽ മറ്റേതൊരു സ്ഥലത്തും ഏതൊരു സ്വതന്ത്ര പൗരനും കഴിയുന്ന രീതിയിലത്തേക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇന്ന് ടൂറിസം എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട ഏരിയയായി മാറി. അവരുടേതായിട്ടുള്ള പല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം തന്നെ അവർക്ക് കയറ്റി അയക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലത്തേക്കുള്ള സൗഹൃദമുണ്ട്. അവിടെയുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം വന്നുകൊണ്ടാണ് ഇന്ന് തെരുവിൽ സ്ത്രീകൾ ഇറങ്ങുന്നത്. ഈ ആർട്ടിക്കിൾ 370 നിന്നിരുന്ന സമയത്ത് നമ്മൾ ഈ കണ്ടതുപോലെ സ്ത്രീകൾ പണ്ട് ഇറങ്ങുമായിരുന്നില്ല. ഇന്ന് അവർ ഇറങ്ങിയിരിക്കുന്നതും അവർ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകണമെന്നും പറഞ്ഞിരിക്കുന്ന ഈ മാറ്റം വന്നിട്ട് മഞ്ജുഷ കേവലം 5 വർഷമേ ആയിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെ പറ്റിയും എന്താണ് ജനാധിപത്യം എന്നതിനെ പറ്റിയും എന്താണ് ഒരു രാജ്യം എന്നതിനെ പറ്റിയും ഇന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ആ സവിശേഷ അധികാരം ഉണ്ടായിരുന്ന സമയത്ത് അവരതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നില്ല. അവർ ഇന്റഗ്രൽ പാർട്ടാണെന്ന് അവർക്ക് തോന്നിയിരുന്നില്ല. അവർ പ്രത്യേകമായിട്ടുള്ള എന്തോ ആണെന്നും അതിന് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും അവർ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ത്യൻ പട്ടാളക്കാരെ അവർ കല്ലെറിഞ്ഞത്. ഇന്ന് ഇന്ത്യൻ പട്ടാളക്കാർ അവരുടെ സംരക്ഷണത്തിന് കൂടുതൽ വേണമെന്ന് അതേ ജനത, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആൾക്കാർ പറയുന്നതിനർത്ഥം ഈ ആർട്ടിക്കിൾ 370 എന്നോ റദ്ദാക്കണമായിരുന്നു എന്നാണ്. അതിന്റെ ഗുണഫലങ്ങൾ അവർ അനുഭവിച്ചു. ഇനി ആ പഴയ ഭൂതകാലത്തിലേക്ക് പോകാൻ അവർക്ക് താല്പര്യമില്ല. നമ്മളൊരു ബുദ്ധിമുട്ടിൽ അനുഭവിച്ചിരിക്കും. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളൊരു പവർ കട്ടുള്ള ഒരു പ്രദേശത്താണ് കഴിയുന്നതെന്ന് കരുതിക്കോ. എൻ്റെ ജീവിതത്തിന്റെ 30 വയസ്സ് വരെ ഞാൻ ഒരു പവർ കട്ടുള്ള പ്രദേശത്താണ് കഴിയുന്നതെങ്കിൽ അതിൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. പവർ കട്ട് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് അസ്വസ്ഥത തോന്നുന്നില്ല. പക്ഷെ അതിനുശേഷം ഒരു 5 വർഷത്തേക്ക് പൂർണ്ണമായിട്ടും ഇൻവെർട്ടറുള്ള അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ കഴിയുകയാണ്. അതിനുശേഷം ഞാൻ വീണ്ടും പവർ കട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നേ. എനിക്കിത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ന് അവിടെയുള്ള ആൾക്കാർക്ക് ഇൻവെർട്ടർ ഉണ്ട്, അവർക്ക് അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ ഉണ്ട്. ആ പവർ സപ്ലൈ നൽകുന്ന സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും അനുഭവിക്കാനായിട്ട് ഒരിക്കൽ ടേസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്കത് വേണം. അതുകൊണ്ട് ഇന്ന് ഈ 370 ഇല്ലാതാക്കിയത് കൊണ്ട് അവർ ഇന്ത്യൻ യൂണിയന്റെ ഇന്റഗ്രൽ പാർട്ടാണെന്ന് ആ ജനത തെളിയിച്ചു. അതിനപ്പുറത്തേക്ക് സപ്പോർട്ട് ഒരു പാർട്ടിയുടെയും വേണ്ട. ഇനി ഒരു പാർട്ടി അതിനെ എതിർത്തിട്ട് കാര്യമില്ല. കാരണം അവിടെ ഇന്ത്യയുടെ പതാക പോലും സ്വതന്ത്രമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിനും പാറി പറക്കുന്നതിനും അവിടെ ആഘോഷങ്ങൾ നടക്കുന്നതിനും എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും അവിടെ സ്വതന്ത്രമായിട്ട് അവിടെ എല്ലാ പ്രവൃത്തികളിലും ഏർപ്പെടുന്നതിനും ബിസിനസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒരു ഭാരതീയൻ എന്ന രീതിയിലത്തേക്കുള്ള അഭിമാനത്തോടു കൂടി അവിടെ ജീവിക്കുന്നതിനും സാധിച്ചത് ആർട്ടിക്കിൾ 370 ഇല്ലാതെയാക്കിയത് കൊണ്ടാണ്. അവിടെ ഒരു ഹോമോജനസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മാത്രമായിരുന്നതിനെ ഹെട്രോജനസ് ആക്കിയത് കൊണ്ടാണ്. ബിസിനസ്സുകൾ അവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് കൊണ്ടാണ്. അവരുടെ പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു കൃത്യമായ തീരുമാനം ഉണ്ടായതുകൊണ്ടാണ്. എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായതുകൊണ്ടാണ്. ഇതെല്ലാം സാധ്യമായത് എന്തുകൊണ്ടാണ്? അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക കുടുംബത്തിനോ ഉണ്ടായിരുന്ന അനുസ്യൂതമായിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള അവകാശങ്ങളെയും സ്വാതന്ത്ര്യങ്ങളെയും ഇല്ലാതെയാക്കിയത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇന്നാണ്, ഈ കഴിഞ്ഞ 5 വർഷത്തിലാണ് അവർ യഥാർത്ഥ ഭാരതീയരുടെ അവകാശങ്ങൾ എന്താണെന്നും സ്വാതന്ത്ര്യം എന്താണെന്നും മനസ്സിലാക്കിയത്. ആ സ്വാതന്ത്ര്യം ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്തിരിക്കുന്ന ജനത പിന്നീട് ഞാൻ ഈ പറഞ്ഞ പവർ കട്ട് കാലത്തേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കും. ഉണ്ടായതിനു ശേഷം കശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ തുടർച്ചയായി ഉയരുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയുടെ നയതന്ത്ര നീക്കം യുദ്ധത്തേക്കാൾ ഗുണകരമോ? അതെന്ന് 85% പ്രേക്ഷകർ. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.